താലി എന്ന സ്റ്റോറി നിങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചതിന് ഒരുപാട് നന്ദി. അപ്പോൾ അധികം താമസിപ്പിക്കാതെ കഥയിലേക്ക് കടക്കുകയാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. വീട്ടിൽ കുറ്റപ്പെടുത്തലുകളും മുറുമുറുപ്പുകളും കൂടി വന്നു എന്നുണ്ടെങ്കിലും താര അതൊന്നും കാര്യമാക്കാതെയായി. പുറത്തൊരു ജോലി കിട്ടാൻ പ്രയാസമാണെന്ന് താരക്ക് തോന്നി. പക്ഷെ അറിയുന്ന കൈത്തൊഴിലുകളിലേക്ക് താര പതിയെ തിരിഞ്ഞു. തയ്യലും പച്ചക്കറിയും കാലിവളർത്തലുമായി അവൾ കൂടുതൽ കരുത്താർജിച്ചു. സ്മിത ഈ സമയത്തിനുള്ളിൽ അവളെ പെറ്റും പോലെ ചേതൻ്റെ ഭാര്യയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. താര അങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുത്താൽ അത് തൻ്റെ ജീവിതം കൂടെ സുരക്ഷിതമാക്കും എന്നൊരു തോന്നലുണ്ടായിരുന്നു സ്മിതക്ക്. കോവിലകത്തെ സ്വത്തുകൾക്ക് കയ്യും കണക്കുമില്ല എന്നതാണ് സത്യം. പക്ഷെ താര ഒരു പൊടിക്ക് സമ്മതിച്ചില്ല. ഓരോ ദിവസവും കഴിയുന്തോറും ചേതന് താര എന്ന പെൺകരുത്ത് അത്ഭുതമാവുകയായിരുന്നു. അന്ന് ടൗണിൽ ഒരാവശ്യത്തിന് വന്നതായിരുന്നു താര. ചേതനെ പറ്റിയായിരുന്നു അന്നേരവും അവളുടെ ചിന്ത. ബാഗിലിരുന്ന ഫോൺ തുടരെ അടിച്ചപ്പോഴാണ് താര ചിന്തകളിൽ നിന്നുണർന്നത്. അവൾ ബാഗ് തുറന്ന് ഫോൺ പുറത്തെടുത്തു. സേവ് അല്ലാത്ത നമ്പർ ആയിരുന്നിട്ടു കൂടി ആ നമ്പർ ആരുടേതാണെന്ന് തിരിച്ചറിയാൻ താരക്ക് ഒരു നിമിഷം പോലും വേണ്ടി വന്നിട്ടില്ല. താര ഫോണെടുത്ത് ചെവിയോട് ചേർത്ത് വെച്ചു. ആ, എന്തായി താര, തൻ്റെ തീരുമാനത്തിൽ മാറ്റം വല്ലതുണ്ടോ? ചിരിയോടെ ചോദിച്ചു ചേതൻ. സിത്താര ചേതൻ്റെ കൈകൾക്ക് മുന്നിൽ ശിരസ് കുനിച്ചു തരുമെന്നും ഒരിക്കലും നിങ്ങൾ സ്വപ്നം കാണേണ്ട ചേതൻ. ഒരിക്കലും തൻ്റെ താലി എൻ്റെ കഴുത്തിൽ വീഴില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ചാവത്തൊന്നുമില്ല, പൊരുതി നിൽക്കും. പറ്റുന്നിടത്തോളം പൊരുതി നിൽക്കും. ഒരു മനസ്സ് എനിക്കുണ്ടല്ലോ, അതിനെ തൃപ്തിപ്പെടുത്താൻ ഞാൻ എനിക്കാവും പോലെ ശ്രമിച്ചുകൊണ്ടിരിക്കും. താര പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അണച്ചുപോയിരുന്നു. ആ മിടുക്കി, അങ്ങനെ പെട്ടെന്ന് അങ്ങ് തോറ്റുപോയി കഴിഞ്ഞാൽ എൻ്റെ രസം അങ്ങ് കുറയും. പിന്നെ ഈ കളിയുടെ കാരണവും കാരണക്കാരിയും ഒക്കെ ഇപ്പോൾ നീ തന്നെയാണ്. നിന്നോട് ഞാൻ ഒരു ഉടമ്പടി കല്യാണത്തിന് പറഞ്ഞിരുന്നു. എന്നിട്ട് നിനക്ക് അതിനുപോലും സമ്മതമില്ലായിരുന്നു. പിന്നെ ഇനി നിനക്ക് ഞാൻ ഓപ്ഷൻസ് ഒന്നും തരുന്നില്ല. ജീവിതകാലം മുഴുവൻ ചേതൻ്റെ ഭാര്യയായി സിത്താരക്ക് കഴിയാം. അതാണ് തനിക്ക് ഇനിയുള്ള ശിക്ഷ, ചേതൻ പറഞ്ഞു. അത് താൻ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? താരയിൽ അവനോടുള്ള വെറുപ്പുടലെടുത്തു. തൽക്കാലം അത് ഞാൻ മാത്രം തീരുമാനിച്ചാൽ മതി. താരെ, ഇത്ര ദിവസമായിട്ടും നിനക്ക് മനസ്സിലായിട്ടില്ലേ? നിന്നെ കണ്ട അന്നു മുതൽ നിന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഓരോ നാഴികയും തീരുമാനിച്ചു കുറിച്ച് എഴുതുന്നത് ഈ ചേതനാണ്. ഇപ്പോഴെങ്കിലും നീ അതൊന്നും മനസ്സിലാക്കിയാൽ നന്ന്. ചേതൻ പറയവേ ഉത്തരമില്ലാത്തവളെ പോലെ അവൾ മൗനമായി നിന്നു. പിന്നെ ഒരു പണിയുടെ ക്ഷീണം മാറിയിട്ടില്ല എന്നറിയാം. എങ്കിലും മറ്റൊരു കളി ഞാൻ തുടങ്ങി വെച്ചെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിളിച്ചത്. ഇനി അറിഞ്ഞില്ല പറഞ്ഞില്ല എന്ന് വേണ്ട. തൽക്കാലം തൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലാൻ നോക്ക്. അവരെ ഇപ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കാൻ നീയെങ്കിലും ഇപ്പോൾ അടുത്ത് വേണ്ടേ? പാലും തേനും ഊട്ടി വളർത്തിയെടുത്തൊരു പെങ്കൊച്ചിനെയാണ് ഒരു 10 മിനിറ്റ് മുന്നേ കാണാതെ പോയിരിക്കുന്നത്. താര ഒരു നിമിഷം അവിശ്വാസത്തോടെ കണ്ണുകളൊന്ന് വിടർത്തി. ചേതൻ്റെ വാക്കുകളിലുള്ള ധ്വനി തിരിച്ചറിയാൻ പറ്റിയിരുന്നില്ലെങ്കിലും ചേതൻ്റെ വാക്കുകളുടെ ഉള്ളടക്കം അവൾക്ക് മനസ്സിലായിരുന്നു. ആ, പറഞ്ഞത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു താരെ. നിന്നെ കണ്ടില്ലെങ്കിലും നിന്റെ മുഖത്ത് ഇപ്പോഴുള്ള ടെൻഷൻ എനിക്ക് ഇവിടെ അറിയാനുണ്ട്. തൊട്ടാൽ പൊള്ളുന്ന ഒരു പെണ്ണായി നീ ഇപ്പോൾ അവിടെ നിൽക്കുന്നത് എനിക്ക് അനുഭവിച്ചറിയാനുണ്ട്. ഈ അവസരത്തിൽ പറയുന്നത് ശരിയാണോ എന്ന് തോന്നുന്നില്ല. എങ്കിലും നമ്മൾ തമ്മിൽ എന്തോ ഒരു മുൻജന്മബന്ധമുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ നിൽക്കുന്ന നിൽപ്പും തൻ്റെ കണ്ണിമ വെട്ടി തുറക്കുന്ന നേരവുമെല്ലാം ഇവിടെ ഇരുന്ന് ഊഹിക്കാൻ എനിക്ക് കഴിയുമോ? ചേതൻ പതിയൊന്ന് ചിരിച്ചു. താരക്ക് തലക്കകത്ത് തേനീച്ചകൾ മൂളുന്ന പോലെയാണ് ആ ചിരി കേട്ടപ്പോൾ തോന്നിയത്. അതൊക്കെ പോട്ടെ താരെ, നമ്മുടെ സ്മിതയെ കാണാനില്ല എന്നൊരു വാർത്ത കേട്ടു. ശരിയാണോ? ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയതോ മറ്റോ ആണോ? പ്രായം തികഞ്ഞൊരു പെണ്ണാണേ. പോരാത്തതിന് ഇപ്പോഴത്തെ കാലവും ശരിയല്ല, ചേതൻ പറഞ്ഞു. ചേതൻ, യു ബ്ലഡി! സിത്താര പകയോടെ പല്ലി ഞെരിച്ചു. അടങ്ങടോ, ഒന്നുകൂടെ പൊരുതി നിൽക്കാൻ നോക്ക് താൻ. ഞാൻ തോറ്റു ചേതൻ എന്നൊരൊറ്റ വാക്ക് താൻ പറഞ്ഞ സ്മിത ഈ നിമിഷം വീട്ടിലെത്തും. സ്മിത! ചേതൻ, അവളെ വിട്ടേക്ക്. അവളുടെ സ്വരം ഉയർന്നു. അങ്ങനെ താൻ പറയുമ്പോൾ വിട്ടുകളയാലല്ലോ സ്മിതയെ പോലെ ഒരു സുന്ദരിക്കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ചേതൻ അവളെ ഭയപ്പെടുത്താൻ എന്ന പോലെ പറഞ്ഞു. ചേതൻ, എനിക്ക് ഉറപ്പുണ്ട് സ്മിതയുടെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും താൻ വീഴിക്കില്ലെന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ തനിക്ക് എന്നെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ഇതെല്ലാം ആവാമായിരുന്നു. തൻ്റെ കയ്യിലായിരുന്നു അന്നേരം എൻ്റെ ജീവിതം. പക്ഷെ താൻ അത് വേണ്ടെന്ന് വെച്ചു. അതുകൊണ്ട് ചേതൻ ഇപ്പോൾ കാണിച്ചു പേടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഓലപ്പാമ്പിനെ വെച്ചാണെന്ന് ഊഹിക്കാൻ മാത്രമുള്ള ബുദ്ധി എനിക്കുണ്ട്. ചേതൻ്റെ കണ്ണുകൾ ആകാംക്ഷ കൊണ്ട് വിടർന്നുപോയി. ഇത്രയൊക്കെ അവളോട് ചെയ്തിട്ടും അവൾ തന്നെ ഒരു ആഭാസനായി കണക്കാക്കിയിട്ടില്ലെന്ന് ഓർക്കെ അവന് ചിരി വന്നുപോയി.
ഇത് മുത്തശ്ശൻ പറഞ്ഞതുപോലെ മുൻജന്മബന്ധം തന്നെ. അവൻ കുസൃതി ചിരിയോടെ ഉള്ളിൽ പിറുപിറുത്തു. ഞാൻ പ്രതീക്ഷിക്കുന്നതിലും മിടുക്കിയാണ്. ആളുകളെ തലനാരിഴകൾ കീറിമുറിച്ച് അളന്നു പിടിക്കാൻ തനിക്ക് നല്ല കഴിവുണ്ട്. പക്ഷെ സ്നേഹം കൊണ്ട് തൻ്റെ കണ്ണ് കെട്ടാനും എളുപ്പമാണ്. പക്ഷേ ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ, ഈ ഓലപ്പാമ്പ് കണ്ടു പേടിക്കാതിരിക്കുന്നത് താര മാത്രമായിരിക്കും. പക്ഷേ ഈ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാൻ പറ്റുന്ന മറ്റു ചിലരുണ്ടല്ലോ. നിന്റെ അച്ഛൻ കേശവനും കേശവൻ്റെ ഭാര്യ ലക്ഷ്മിയും ഈ ഓലപ്പാമ്പ് കണ്ടാൽ എന്തായാലും പേടിക്കും, പേടിച്ച് വിറക്കും. അവരെ പേടിപ്പിക്കാം, ഇതൊക്കെ തന്നെ ധാരാളം. ചേതനെ സിത്താര ഇപ്പോൾ വിലയിരുത്തിയ പോലെ അവർ ഒരിക്കലും വിലയിരുത്തില്ല. അവരുടെ ചിന്തകളിൽ ചേതൻ കണ്ണിൽ ചോരയില്ലാത്ത മൃഗം തന്നെയായിരിക്കും. അത് പറഞ്ഞു തിരുത്താൻ താൻ നോക്കിയാലും താൻ തോറ്റുപോകത്തേ ഉള്ളൂ. അതിൽ നിനക്ക് സംശയമുണ്ടോ? സിത്താര നടുങ്ങിപ്പോയി. എത്ര ആസൂത്രണപരമായാണ് അവൻ ഓരോ ചുവടുകളും മുന്നോട്ട് വെക്കുന്നതെന്ന് അവൾക്ക് തോന്നിപ്പോയി. ചാണക്യതന്ത്രമാണ് അവൻ തനിക്ക് നേരെ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. തന്നെ നേരിട്ട് ആക്രമിക്കാതെ തനിക്ക് ചുറ്റുമുള്ളവരെയാണ് അവൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. തനിക്ക് ബലം പകരേണ്ടവരെ എല്ലാം വരിഞ്ഞു മുറുക്കി വെച്ചാൽ എൻ്റെ ആത്മവിശ്വാസവും താനെ ക്ഷയിച്ചു പോകുമെന്ന് അവൻ വിശ്വസിക്കുന്നു. ചേതൻ്റെ കോൾ കട്ടായതും സ്ക്രീനിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന അമ്മയുടെയും സന്ധ്യ ചേച്ചിയുടെയും മിസ്ഡ് കോളിലേക്കായിരുന്നു അവളുടെ നോട്ടം അത്രയും. എങ്കിലും സ്മിത എങ്ങനെയാണ് അവരുടെ കയ്യിൽ അകപ്പെട്ടത്? താര ചിന്തിച്ചു കൊണ്ടിരുന്നു. കടക്കാനുള്ള കടമ്പകൾ ഏറെയാണെന്ന് താരക്ക് തോന്നി തുടങ്ങിയിരുന്നു. എൻ്റെ കുഞ്ഞ്, അവൾ അവിടെ ഒറ്റയ്ക്ക്. ലക്ഷ്മി വാവിട്ട് കരയുകയാണ്. സന്ധ്യ അവരെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അതൊന്നും ചെവിയിൽ പോകുന്നില്ലായിരുന്നു. സിത്താര മാത്രം ആ ഉമ്മറത്ത് തിണ്ണയിൽ തരിച്ചിരിപ്പാണ്. പൊടുന്നനെ എല്ലാവരെയും നിശബ്ദരാക്കിക്കൊണ്ട് ഉമ്മറത്തൊരു കാർ വന്ന് നിന്നു. അതിൻ്റെ ഡോർ തുറന്നതും ആ മുറ്റത്തേക്ക് സ്മിത വന്ന് വീണതും ഞൊടിയിടയിലായിരുന്നു. സ്മിതേ, മോളെ! ആദ്യം ഇറങ്ങിയോടിയത് താര തന്നെയായിരുന്നു. ഡാ! സ്മിതയെ സിത്താരക്കൊപ്പം ചേർന്ന് ആ മണ്ണിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമ്പോൾ കേശവൻ പാഞ്ഞു പോകുന്ന കാറിലേക്ക് നോക്കി അലറി വിളിച്ചു. ദേഹമാസലകും മുറിവും പൊട്ടിയ ചുണ്ടും നെറ്റിയും വലിച്ചു കീറപ്പെട്ട വസ്ത്രങ്ങളും എല്ലാം കൊണ്ടും പാടെ തളർന്നു പോയിരുന്നു സ്മിത. അയ്യോ, എൻ്റെ കുഞ്ഞിനോട് ഇത് ചെയ്തവന്മാർ നശിച്ചു പോകുമടാ. തലയിൽ കൈവച്ച് പ്രാഗിപ്പോയി ലക്ഷ്മി. മോളെ, കണ്ണു തുറക്കടി, ചേച്ചിയാ വിളിക്കുന്നേ. സിത്താര അവളുടെ മുഖത്ത് തട്ടി വിളിച്ചു. മാറങ്ങോട്ട്! ലക്ഷ്മി ഞൊടിയിടയിൽ അല്പം വെള്ളം അവളുടെ മുഖത്തേക്ക് തെളിച്ചു. ഒരു ഞരക്കത്തോടെ സ്മിത പാതി കണ്ണു തുറന്നു. സ്മിതേ! സിത്താര വിതുമ്പി. ചേച്ചി, എനിക്ക് പേടിയാവുന്നു ചേച്ചി. സ്മിത അന്നേരം താരയെ മാത്രം കണ്ടുള്ളൂ. അവളെ ഇറുക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി സ്മിത. പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ മിന്നലും ഇടിയും പേടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങിയിരുന്ന കുഞ്ഞു സ്മിതയെ ഓർമ്മ വന്നുപോയി താരക്ക്. അതേ അലിവോടെയും സ്നേഹത്തോടെയും അവളെ നെഞ്ചോട് ചേർക്കുമ്പോൾ സിത്താരയുടെ ഉള്ളിൽ ചേതനെ പച്ചക്ക് കത്തിക്കാനുള്ള പക നുരഞ്ഞു പൊന്തുന്നുണ്ടായിരുന്നു. സ്മിതയെ തിരികെ കിട്ടിയിട്ട് ഇന്നേക്ക് 3 ദിവസമായി. ഈ 3 ദിവസത്തിൽ അവൾക്ക് വേണ്ടിയുള്ള നീതി തേടി സിത്താര പോവാത്ത സ്ഥലങ്ങളില്ല. പക്ഷെ വളരെ സമർത്ഥമായി തന്നെ ആ കേസ് വെളിച്ചം കാണാതെ ഇരിക്കാൻ ചേതൻ തമ്പുരാൻ നന്നായി ശ്രമിക്കുന്നുണ്ടെന്ന് താര ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥ. നീതി നടപ്പാക്കേണ്ടവൻ ഒരുവർക്ക് കിട്ടേണ്ട നീതി ഏറ്റവും നികൃഷ്ടമായി തടയുന്നു. അതിൻ്റെ കൂടെ വീട്ടിൽ നിന്നുള്ള കുറ്റപ്പെടുത്തലും. പക്ഷെ ഇതിനും മീതെ അവളെ തളർത്തിക്കളയുന്നത് സ്മിതയുടെ മൗനമാണ്. എന്തെങ്കിലും ചോദിച്ചാലോ പറഞ്ഞാലോ 4 ഇരട്ടി നാവിൽ തിരികെ പറയുന്നവൾക്കിപ്പോൾ വല്ലാത്ത മൗനമാണ്, ആളെ പേടിപ്പെടുത്തുന്ന മൗനം. ചുറ്റും കണ്ണോടിച്ച് വല്ലാത്തൊരു ഭീതിയോടെ ഇരിക്കുന്നവളെ നോക്കിയാൽ അറിയാം അവളുടെ മാനസിക നില താളം തെറ്റി തുടങ്ങിയെന്ന്. വല്ലാത്തൊരു ഇരുട്ടിലേക്കായിരുന്നു താരയെ ചേതൻ ഇറക്കി വിട്ടത്. ഒരു ദിവസം രാത്രി വെള്ളം കുടിക്കാനോ മറ്റോ പുറത്തിറങ്ങിയപ്പോഴാണ് താര സ്മിതയുടെ മുറിയിൽ നിന്ന് വെട്ടം കാണുന്നത്. സിത്താരക്ക് കണ്ട കാഴ്ചയിൽ കൈയും കാലും വിറക്കാൻ തുടങ്ങി. സ്മിതയുടെ കയ്യിൽ നിന്നും കുതിച്ചൊഴുകുന്ന രക്തം. താര ഓടി വന്ന് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ബെഡിൽ കിടന്നിരുന്ന ഷാളെടുത്ത് അവളുടെ കൈ നന്നായി കെട്ടി. എന്ത് പണിയാടി കാണിച്ചേ? ചോദിക്കുന്നതിനൊപ്പം താര അവളെ കൈനീട്ടി തോളിലേക്ക് അടിച്ചിരുന്നു. സ്മിത ഒരക്ഷരം മിണ്ടാതെ മുഖം കുനിച്ചിരുന്നതേ ഉള്ളൂ. നീ ഇല്ലാതായാൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? നിനക്ക് മരിക്കണമെങ്കിൽ പറ, എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങ് പോവാം. താര ആദ്യത്തെ വെപ്രാളത്തിൽ നിന്നും പുറത്തു കടന്നപ്പോൾ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. സ്മിത വെറുപ്പോടെ അവളുടെ കൈ തട്ടി മാറ്റി. എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. എന്നിട്ട് ഞാൻ ഈ കടുംകൈ ചെയ്യാൻ മുതിർന്നിട്ടുണ്ടെങ്കിൽ അത് നീ കാരണമാ. എൻ്റെ അച്ഛനും അമ്മയും എന്നോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമാണ് നിന്നെപ്പോലെ ഒരുത്തിയെ നോക്കി വളർത്തിയത്. സ്മിത അവൾക്ക് നേരെ മുരണ്ടു. മോളെ! സിത്താര അറിയാതെ 2 അടി പിറകോട്ട് മാറി. സ്മിതയുടെ വെറുപ്പ് നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളിലേക്ക് നോക്കി നിന്നുപോയി അവൾ.
എന്നെ അങ്ങനെ വിളിക്കല്ലേ, എനിക്ക് അറപ്പാ നിന്നെ. ഇത് കണ്ടോ നീ? മേശപ്പുറത്തിരുന്ന ഫോൺ സ്മിത അവൾക്ക് നേരെ നീട്ടി. അപരിചിതമായ ഒരു നമ്പറിൽ നിന്നുള്ള മെസ്സേജാണ്. അതിൽ അർത്ഥനഗ്നമായ നിലയിലുള്ള സ്മിതയുടെ ഫോട്ടോസ്. സിത്താരയ്ക്ക് അത് കാണേ തല ചുറ്റും പോലെ തോന്നി. പക്ഷെ ആ പതർച്ചയ്ക്കിടയിലും ആ നമ്പർ അത് ചേതൻ്റേതല്ലെന്ന് അവൾ ശ്രദ്ധിച്ചു. ചേതൻ്റെ നമ്പർ ഏതുറക്കത്തിലും അവൾക്ക് കാണാപാഠമാണ്. ഇപ്പോൾ ഈ നിമിഷം നീ സമ്മതിക്കണം, അയാളെ വിവാഹം ചെയ്തോളാമെന്ന്. ഇല്ലെങ്കിൽ എൻ്റെ ശവം നീ കാണേണ്ടി വരും. എത്ര നേരം നിനക്ക് ഇതുപോലെ എനിക്ക് കാവൽ നിൽക്കാൻ പറ്റും? എത്ര ദിവസം പറ്റും? ഞാൻ ഇനിയും ഇത് തന്നെ ആവർത്തിക്കും. ഈ ഫോട്ടോസ് കണ്ടാൽ അച്ഛനും അമ്മയും ഇത് തന്നെ ചെയ്യും. എല്ലാവരും ചത്തുതൊലഞ്ഞാൽ നിനക്ക് നിൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാലോ. സ്മിതയുടെ ഓരോ വാക്കുകളും താരയിൽ ഭീതി നിറക്കുന്നുണ്ടായിരുന്നു. അത്രമാത്രം ഉറപ്പുണ്ട് ആ വാക്കുകളിൽ. ഞാൻ എന്താ ചെയ്യേണ്ടത്? സിത്താരയിൽ നിന്നും നിസ്സഹായതയുടെ സ്വരമുയർന്നു. ഇപ്പോൾ വിളിക്കണം അയാളെ, കോവിലകത്തെ കൊച്ചുതമ്പുരാനെ. എന്നിട്ട് പറയണം നിനക്ക് ഈ വിവാഹത്തിന് സമ്മതമാണെന്ന്. സ്മിത, ഞാൻ നിന്നോട് ചാവാവൊന്നും പറഞ്ഞില്ലല്ലോ. നീ സ്വയം തീർന്നാലും ഞങ്ങളെ സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാ അയാൾ പറഞ്ഞത്. അല്ലെങ്കിൽ നിന്നെ കഴുത്തി ഞെരിച്ച് ഞാൻ തന്നെ അങ്ങ് തീർത്തേനെ. അത്രയും വെറുപ്പുണ്ട് എനിക്ക് നിന്നോട്, സ്മിത മുഖം വെട്ടിച്ചുകൊണ്ട് പറഞ്ഞു. സിത്താര പതർച്ചയോടെ അവളെ തന്നെ നോക്കിയിരുന്നു പോയി. ആ ഒരവസ്ഥയിലിരിക്കുമ്പോഴാണ് ഫോണിലേക്കൊരു കോൾ വരുന്നത്. അതുവരെ സംഘർഷത്തിലിരുന്നവൻ്റെ മുഖം സ്ക്രീനിൽ തെളിഞ്ഞ ആ പേരിൽ വിടർന്നു വന്നു. ചുണ്ടോളം ഒരു ചെറിയ ചിരി വന്നു. കീഴ്ചുണ്ട് കടിച്ചു പിടിച്ച് അതേ ചിരിയോടെയാണ് ചേതൻ ആ ഫോൺ എടുത്തതും. പറഞ്ഞാലും തമ്പുരാട്ടി, അടിയൻ എന്ത് ചെയ്തു തരണം? മറുതലക്കൽ അവൻ്റെ ചിരിയോടെയുള്ള സ്വരം കേൾക്കെ ചെവിക്കകത്ത് ഈയം ഉരുക്കിയൊഴിച്ച പോലെ തോന്നി താരക്ക്. അല്പം നേരം അവളൊന്നും മിണ്ടിയില്ല. സിത്താര, അവൻ പതിയെ വിളിച്ചു, അത്രയും ആർദ്രമായി. തനിക്ക് ഇങ്ങനെയൊക്കെ വിളിക്കാൻ കഴിയുമോ എന്ന് അവൻ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിൽ. എൻ്റെ ചുറ്റുമുള്ളവരെ ഇനി ഉപദ്രവിക്കരുത്. താക്കീതോ യാചനയോ എന്താണ് ആ സ്വരത്തിൽ എന്ന് ചേതന് മനസ്സിലായില്ല. ഇല്ല, പകരം നീ എനിക്കെന്ത് തരും? ചേതൻ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് ചോദിച്ചു. താര തല കുമ്പിട്ട് തരും, നിങ്ങളുടെ താലി സ്വീകരിക്കാൻ. അവളുടെ സ്വരം ഉറച്ചു. ചേതൻ്റെ കണ്ണുകളിൽ ആശ്ചര്യം. പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ അവൾക്ക് എന്താണ് പറ്റിയതെന്നാണ് അവൻ ചിന്തിച്ചത്. ഉള്ളതാണോ ഉണ്ണിയാർച്ച? വാളും പരിചയം താഴെ വെച്ച് കീഴടങ്ങിയോ നീ? അവൻ ചിരി അടക്കിക്കൊണ്ട് ചോദിച്ചു. എന്തോ അവളുടെ നിസ്സഹായ അവസ്ഥ മനസ്സിലാവുന്നുണ്ടെങ്കിലും അവൾ വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞപ്പോൾ ഉള്ളിൽ ഒരു തരം സന്തോഷം കുമിഞ്ഞുകൂടുന്നത് അവനറിയാനുണ്ട്. ഇതുവരെ കയ്യകലത്തിലുണ്ടായിരുന്ന വേണ്ടപ്പെട്ട ഒന്ന് തൊട്ടരികിൽ കിട്ടുമെന്ന ഒരു തരം പ്രതീക്ഷ. നിങ്ങൾ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, അത് നിങ്ങളും പാലിക്കണം. 1 വർഷത്തെ ഉടമ്പടി കല്യാണം, നിങ്ങളുടെ മുത്തശ്ശൻ്റെ കണ്ണിൽ പൊടിയിടാൻ മാത്രം. അത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വഴി, നിങ്ങൾക്ക് നിങ്ങളുടെയും. സമ്മതമാണോ? അവളുടെ ചോദ്യം തീർന്നപ്പോഴാണ് അങ്ങനെ ഒരു കരാർ അവളോട് പറഞ്ഞിരുന്നു എന്ന് പോലും ചേതൻ ഓർമ്മ വന്നത്. സമ്മതം. ചേതൻ ഒന്നും ആലോചിക്കാതെ മറുപടിയും കൊടുത്തു. 1 വർഷം കഴിഞ്ഞ് അവൾ വിവാഹബന്ധം ഒഴിവാക്കി പോകുമെന്ന് പറയുന്നതിന് ഇപ്പോഴേ നെഞ്ചു പിടിച്ചത് എന്തിനാണെന്ന് ചേതന് മനസ്സിലായതേയില്ല. അതെന്താ കോവിലകത്തെ കൊച്ചുതമ്പുരാന് ആ സമ്മതം പറച്ചിലിൽ ഇത്തിരി ഉറപ്പുറവുള്ളതുപോലെ? താരക്കറിയാനുണ്ടായിരുന്നു അവൻ്റെ സ്വരം ഒന്ന് പതറിയത്. ഇല്ല എൻ്റെ താരേ, 1 വർഷം കഴിഞ്ഞ ഡിവോഴ്സ്, അതിൽ മാറ്റമൊന്നുമില്ല. ചേതൻ മങ്ങിപ്പോയ ചിരി വീണ്ടും എടുത്തണിഞ്ഞു. എനിക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നു, താര പിന്നെയും ചോദിച്ചു. ചോദിക്കണം മാഡം. ചേതൻ ഫോൺ ഒന്നുകൂടെ ചെവിയിലേക്ക് ചേർത്ത് വെച്ചു. സ്മിതയുടെ കാര്യം. ചേതൻ, അത് നിങ്ങളാണോ ചെയ്തത്? താര ചോദിച്ചു. താരയ്ക്ക് എന്തു തോന്നുന്നു? ചേതൻ തിരിച്ചു ചോദിച്ചു. അല്ലെന്ന് കേൾക്കാനാണ് എനിക്ക് താല്പര്യം. സ്മിത പറഞ്ഞില്ലേ ഞാനാണെന്ന്? ചേതൻ മറുചോദ്യം ചോദിച്ചു. പറഞ്ഞിരുന്നു. സ്വന്തം അനിയത്തി പറഞ്ഞില്ലേ? എന്നിട്ടും താരക്ക് സംശയമോ? അതിശയം തന്നെ. അവനിൽ കുറുമ്പ് നിറഞ്ഞു. ആ പറച്ചിലിലെ കുറുമ്പ് എന്താണെന്ന് താരക്ക് വ്യക്തമായി അറിയാം. സ്വന്തം അനിയത്തി കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാട്ടി തന്നിട്ടും തനിക്ക് എന്നെയാണോ വിശ്വാസമെന്ന് അവൻ ചോദിക്കാതെ ചോദിക്കുകയാണ്. എനിക്കത് നിങ്ങളല്ലെന്ന് തോന്നുന്നു. സ്മിതയെ തട്ടിക്കൊണ്ടു പോയത് നിങ്ങളായിരിക്കും. പക്ഷേ അതിന് ശേഷമുള്ളതൊന്നും എനിക്ക് നിങ്ങളോട് ചേർത്ത് വെക്കാൻ സാധിക്കുന്നില്ല. താര ഉള്ളിലുള്ളത് അങ്ങനെ തന്നെ തുറന്നു പറഞ്ഞു. ഞാൻ നാളെ വന്നോട്ടെ മുത്തശ്ശിനെയും കൊണ്ട്? സ്മിതയെക്കുറിച്ചുള്ള ചോദ്യം അവൻ പാടെ അവഗണിച്ചു കളഞ്ഞു. കൊച്ചുതമ്പുരാൻ അടിയന്മാരോട് സമ്മതം ചോദിക്കുകയാണോ? സിത്താരയിൽ പുച്ഛം. ഏയ്, സമ്മതമൊന്നുമല്ല. നമ്മളുടെ പെണ്ണ് കാണൽ ചടങ്ങല്ലേ, ഒരുങ്ങി സുന്ദരിയായി നിന്നോട്ടെ എന്ന് കരുതി. ചേതൻ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പുറം ഒരുവൾ ഒന്നും മിണ്ടാതെ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞിട്ടും അവനിൽ ആ ചിരി മാഞ്ഞിരുന്നില്ല ഏറെ നേരം. ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്തുകൊണ്ടോ ചെറിയൊരു മടുപ്പ് തോന്നി ചേതന്. അവരെ ഇത്രയധികം ദ്രോഹിച്ചിട്ട്, ഇട്ട് കൊല്ലാക്കൊല ചെയ്തിട്ട് ഇപ്പോൾ അവളുടെ മോളെ തന്നെ പെണ്ണ് കാണാൻ ചെല്ലുന്നു. ചേതൻ തല ചിരിച്ച് മുത്തശ്ശനെ ഒന്ന് നോക്കി. ആ മുഖത്ത് ഇന്ന് വരെ ഇല്ലാത്ത സന്തോഷമാണ്. എല്ലാം മുത്തശ്ശൻ കാരണമാണ്. ചേതൻ അന്നേരം അല്പം നീരസം തോന്നി മുത്തശ്ശനോട്. എന്തിനാ ഇത്രയും പിടിവാശി കാണിച്ചത് എന്ന് ചോദിക്കാൻ തോന്നി.
മുഖം വീർപ്പിച്ച് പിടിച്ചു നിൽക്കുന്ന കേശവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ ഏകദേശം തൃപ്തിയായി ചേതന്. സ്വന്തം മക്കളോട് ഇത്രയൊക്കെ ക്രൂരത ചെയ്ത് തന്നെ അയാൾ പിന്നെ പൂമാലയിട്ട് സ്വീകരിക്കണമായിരുന്നോ? ചേതൻ തന്നെ അയാളുടെ ഭാഗത്തെ ന്യായവും കണ്ടെത്തി. താരയുടെ അമ്മയും കിട്ടിയ അവസരം മുതലാക്കി നോക്കി പേടിപ്പിക്കുന്നുണ്ട്. ഈശ്വര, ഇങ്ങനെ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് ലോകത്തൊരു ചെറുക്കനും കൊടുത്തേക്കല്ലേ. ചേതൻ ഉള്ളിൽ പ്രാർത്ഥിച്ചുപോയി. ചേതനും മുത്തശ്ശനും പിറകെ വന്നവർ ആ വീടിൻ്റെ ഉമ്മറം തൊട്ടുപടി വരെ കാഴ്ചവസ്തുക്കൾ കൊണ്ട് നിരത്തിയിരുന്നു. പട്ടുസാരികളും ആഭരണങ്ങളും ഉൾപ്പെടെ ആ വീട്ടുകാർക്ക് 1-2 മാസം കഴിക്കാനും മാത്രമുള്ള അത്ര പഴവും പച്ചക്കറികളും ഉണ്ട് അതിൽ. ആ കാണാ കാഴ്ചകളിൽ താരയുടെ അമ്മയുടെ മുഖം ഒന്ന് വിടർന്ന പോലെ തോന്നി ചേതന്. പക്ഷേ കേശവൻ്റെ മുഖം വീർത്ത് കെട്ടി തന്നെ ഇരുന്നു. എന്തിനാ ഇതൊക്കെ തമ്പുരാൻ? ഇവിടെ ദൈവം സഹായിച്ച് പട്ടിണിയൊന്നുമില്ല. ചേതന് കേശവൻ്റെ ആ ഒരൊറ്റ വാചകത്തിൽ നിന്നും മനസ്സിലായിരുന്നു അയാൾ ഒരു അഭിമാനിയാണെന്നുള്ളത്. മുത്തശ്ശനോടുള്ള ബഹുമാനമോ ഭയമോ അങ്ങനെ എന്തോ ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങേര് സംയമനം പാലിച്ച് ഇരിക്കുന്നതെന്ന് തോന്നിപ്പോയി ചേതന്. ഓരോന്ന് തലപ്പുകഞ്ഞ് അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ചിന്തകളെ മുറിച്ച് താര പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഒരു കോട്ടൺ ചുരിദാറാണ് താരയുടെ വേഷം. അവളുടെ വീങ്ങി വീർത്ത കൺപോളകളും വിളറിയ മുഖവും കണ്ടപ്പോൾ തന്നെ ചേതന് പാവം തോന്നിപ്പോയി. തൊട്ടടുത്ത നിമിഷം അവൾ നീട്ടിയ ചായ കുടിച്ച വഴിക്ക് അവളോട് തോന്നിയ ആ പാവത്തരം ഇറങ്ങി ഓടിയ വഴി കണ്ടില്ല. ആഹാ, നല്ല അസൽ ഉപ്പ് ചായ. മനഃപൂർവ്വമാണോ അതോ പഞ്ചസാര മാറിയിട്ടതാണോ? ഉള്ളിൽ ചോദിച്ചുകൊണ്ട് ചേതൻ അവളെ ഒന്ന് പാളി നോക്കി. കൂർത്തൊരു നോട്ടം തിരിച്ചു കിട്ടി അവളിൽ നിന്ന്. ഭവതി അറിഞ്ഞു തന്ന പണി തന്നെ, ചേതൻ ഉറപ്പിച്ചു. ഇവളെ ഞാൻ എങ്ങനെ എൻ്റെ കൂടെ പൊറപ്പിക്കും ദൈവമേ. വിവാഹത്തിൻ്റെ ഉടമ്പടി തീരുമ്പോഴേക്കും ഇവൾ എന്നെ പടമാക്കുമെന്നാണ് തോന്നുന്നത്. ചേതൻ ഓർത്തുപോയി. കല്യാണം അധികം നീട്ടിക്കൊണ്ട് പോകേണ്ട കേശവ. എത്ര പെട്ടെന്നാണോ അത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കട്ടെ. തിരുമനസ് പറഞ്ഞു. നിങ്ങൾ തന്നെയല്ലേ എല്ലാം തീരുമാനിക്കുന്നത്. തീയതിയും നിങ്ങൾ തന്നെ അങ്ങ് കുറിച്ച് തന്നേക്ക്. അടിയങ്ങൾ പറയുന്ന പോലെ ചെയ്തേക്കാം. അല്ലെങ്കിലും എൻ്റെ കുഞ്ഞിനെ കാലിന് കൊടുക്കുമ്പോൾ നല്ല മുഹൂർത്തം നോക്കിയിട്ടെന്തിനാ? കേശവൻ ചേതനെ ഇടം കണ്ണിട്ട് നോക്കി പിറുപിറുത്തു. ദേ തന്തേ, കാലം നിങ്ങളുടെ. ചേതൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അയാളെ നോക്കി പല്ലിടുമ്മി. തമ്പുരാൻ പതിയെ ചിരിച്ചുകൊണ്ട് ആ കസേരയിൽ നിന്നും എഴുന്നേറ്റു. കേശവ, മുൻജന്മബന്ധം എന്നൊന്നുണ്ട്. ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ ഭൂമി മുഴുവൻ അലഞ്ഞു നടന്നാലും ചേതന് പകരം ചിത്തരക്കൊരാളെ കിട്ടില്ല. താരയെ തൊട്ടാൽ ചേതന് പൊള്ളും. മറ്റാരേക്കാളും ഉപരി അത് കേശവന് വഴിയെ മനസ്സിലാവും. തമ്പുരാൻ അയാളുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. കേശവൻ ദേഷ്യത്തോടെ മുഖം വെട്ടിച്ചു. തമ്പുരാൻ അതേ ചിരിയോടെ കണ്ണുകൾ ഒന്ന് പതിയെ ചിമ്മി. അദ്ദേഹത്തിൻ്റെ തലച്ചോറിലേക്ക് ആ രൂപം ഇരമ്പി വന്നു. ചേതൻ്റെ മുഖമുള്ള ആ യോദ്ധാവിൻ്റെ രൂപം. പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി സ്വന്തം പ്രാണൻ പോലും ത്യജിക്കാൻ മടിയില്ലാത്തവൻ. സ്വന്തം ചുടുരക്തം കൊണ്ട് പ്രണയകാവ്യം തീർത്തവൻ. അവരോട് യാത്ര പറഞ്ഞ് തിരികെ ഇറങ്ങുമ്പോൾ ചേതൻ പതിയെ ആ വാതിൽപ്പടിയിൽ ചാടി നിൽക്കുന്നവളെ പാളി നോക്കി. മുഖം താഴ്ത്തി നിന്നിരുന്നവൾ ആ നോട്ടം അറിഞ്ഞിട്ടെന്ന പോലെ പതിയെ മുഖം ഉയർത്തി അവനെ ഒന്ന് നോക്കി. ചായ നന്നായിരുന്നു. അവൻ ചിരി അടക്കി. അവൾ പല്ല് കടിക്കുന്ന ശബ്ദം ചേതന് 2 അടി മാറി നിന്നിട്ടും കേൾക്കാം. ഞാൻ പോയിക്കോട്ടെ. അവനിൽ അപ്പോഴും ചിരി തന്നെ. താൻ പോടോ എന്നൊരു ഭാവത്തോടെ ഒരു പോക്കങ്ങ് പോയി അവൾ ഉള്ളിലോട്ട്. ഇനി അവിടെ നിന്ന് കഥകളി കളിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നിയപ്പോൾ ചേതൻ മുറ്റത്തേക്ക് ഇറങ്ങി. ആ പടി ഇറങ്ങുമ്പോഴേക്കും ഉമ്മറത്തെ വാതിൽ കുട്ടിയടയുന്ന ശബ്ദം ചേതൻ കേട്ടു. മുത്തശ്ശൻ കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞിരുന്നു. വഴിയിലാണ് കാറിട്ടിരിക്കുന്നത്. ചേതൻ അദ്ദേഹത്തിനൊപ്പം എത്താൻ നടന്നതിൻ്റെ വേഗത ഒന്ന് കൂട്ടി. തൊട്ടടുത്ത നിമിഷം മുന്നിലേക്കൊരു സ്ത്രീരൂപം കയറി വന്നു. സ്മിതയാണ്. ചേതൻ ചുഴിഞ്ഞൊന്ന് അവളെ നോക്കി. കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ നടന്നില്ലേ? സാറിന് സന്തോഷമായില്ലേ? ചുറ്റും ആരുമില്ലല്ലോ എന്ന് നോക്കിയാണ് അവൾ സംസാരിക്കുന്നത്. ചേതൻ വെറുതെ ഒന്ന് മൂളി. കാര്യം കഴിഞ്ഞാൽ വാക്ക് മാറല്ലേ സാറേ. പറഞ്ഞ പൈസ കല്യാണം കഴിഞ്ഞ് കിട്ടിയാൽ ഇങ്ങ് തന്നേക്കണം. ചേതൻ മറുപടി ഒന്നും പറയാതെ സ്മിതയെ തന്നെ സൂക്ഷിച്ചു നോക്കി. ക്രിമിനലാണ്. ഒരു ക്രിമിനലിൻ്റെ ശരീരഭാഷ ഒക്കെ അവളിലുണ്ട്. ആരുടെ കാലു വാരിയാലും സ്വന്തം കാര്യം നടക്കണം എന്നൊരു ചിന്ത മാത്രമുള്ളവളാണ്. ചേച്ചിയുടെ ജീവിതം വെച്ച് വിലപേശിയവളാണ്. താര കൂടെ കൊണ്ട് നടക്കുന്ന കൊടും വിഷം. ചേതൻ മനസ്സിലോർത്തു. വിവാഹം ഒന്ന് കഴിഞ്ഞോട്ടെ സ്മിതേ. പറഞ്ഞ പണം അപ്പോൾ തന്നേക്കാം, ചേതൻ പറഞ്ഞു. വാക്ക് മാറില്ലല്ലോ സാറേ? സ്മിത സംശയത്തോടെ ചോദിച്ചു. ഇല്ല, ചേതൻ ശാന്തമായി തന്നെ മറുപടി കൊടുത്തു. സത്യം പറയാലോ, ഓർമ്മ വെച്ച അന്നു മുതൽ ചേച്ചിയെ കൊണ്ട് എനിക്ക് സ്വസ്ഥതക്കേടേ ഉണ്ടായിട്ടുള്ളൂ. പറയുമ്പോൾ എൻ്റെ സ്വന്തം ചോര പോലുമല്ല. വലിയ സാമർത്ഥ്യക്കാരിയാണ് അവൾ. സാറിപ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്നത് നന്നായി. ഇല്ലെങ്കിൽ കൊന്നേനെ ഞാൻ അവളെ. സ്മിത പുച്ഛത്തോടെ പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ താരയോടുള്ള വെറുപ്പ് നുരഞ്ഞു പൊന്തി. ചേതൻ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ദേഷ്യം നിയന്ത്രിച്ചു. എന്തോ താരയെക്കുറിച്ച് അവൾ പറയുന്ന പുഴുത്ത വാക്കുകളൊന്നും അവന് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല.
അവളെപ്പറ്റി പറയുമ്പോൾ തനിക്ക് നോവുന്നുണ്ടെന്ന് തോന്നി ചേതന്. ഇനിയിപ്പോൾ അവളെ എങ്ങോട്ട് കൊണ്ടുപോയി എന്ത് ചെയ്താലും ഇവിടെ നിന്ന് ആരും ചോദിക്കാൻ വരില്ല. കൊന്നാൽ പോലും. സാറിന് അവളെ കൊണ്ട് എന്തോ ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. അല്ലാതെ അവളെപ്പോലെ ഒരു പെണ്ണിനെ തന്നെ വേണമെന്ന് സാറ് വാശി പിടിക്കില്ലല്ലോ. എനിക്കൊരു അപേക്ഷയേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഒരു കരടായി അവളെ ഇങ്ങോട്ട് നട തള്ളിയേക്കരുത്. മടുത്ത വല്ല കായലിലും കെട്ടി താഴ്ത്തിയേക്കണം. സ്മിത പറഞ്ഞു നിർത്തി. ഛീ, നാവടക്കടി. ചേതൻ രോഷം കൊണ്ട് വിറച്ചു. സ്മിത ഞെട്ടി പിന്നോട്ട് നീങ്ങിപ്പോയി. വീഴാതിരിക്കാൻ അവൾ അടുത്തുള്ള മാവിൻ്റെ തടിയിൽ പിടിച്ചു നിന്നു. അവൻ്റെ ചുവന്ന കണ്ണുകളും ദേഷ്യം കൊണ്ട് വിറക്കുന്ന കവിളുകളും കാണെ സ്മിതക്ക് ചെറുതല്ലാത്ത ഭയം തോന്നി. ദേ, അവളെ കൊല്ലണോ വളർത്തണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഇനി നിന്റെ പുഴുത്ത നാവ് കൊണ്ട് അവൾ എന്തെങ്കിലും പറഞ്ഞാൽ. സ്മിതക്ക് നേരെ ചൂണ്ടിയ ചേതൻ്റെ ചൂണ്ടുവിരൽ വിറച്ചുകൊണ്ടിരുന്നു. വെട്ടിത്തിരിഞ്ഞു പോകുന്നവനെ അതേ ഭയത്തോടെ നോക്കി നിന്നുപോയി സ്മിത. ഇങ്ങേർക്കിനി അവളോട് ശരിക്കും വല്ല പ്രേമമോ മറ്റോ ആണോ? അവൾ ഉള്ളാലെ ചോദിച്ചുപോയി. ഇത്രയും ദിവസം സ്മിത തിരിച്ചു വെച്ചിരിക്കുന്നത് താരയോട് അവന് ദേഷ്യമാണെന്നാണ്. ഇതിപ്പോൾ അവൻ്റെ മട്ടും ഭാവവും എല്ലാം കണ്ടിട്ട് അവളെ തൊട്ടാൽ അവന് പൊള്ളുമെന്നാണല്ലോ. ഇനിയിപ്പോൾ അവൾ സകല സൗഭാഗ്യങ്ങളുമായി ജീവിക്കുന്നത് കാണേണ്ടി വരുമോ ദൈവമേ? സ്മിത നെഞ്ചിൽ കൈവച്ചു പോയി. ചേതൻ കാറിലേക്കിരുന്ന് ഡോർ വലിച്ചടച്ചു. സ്റ്റിയറിങ്ങിൽ അവൻ്റെ കൈമുറുകി. എന്തിനെന്നറിയാതെ രക്തം ചുട്ടുപൊള്ളുന്നു. നീ എവിടെയായിരുന്നു ചേതൻ? പുറകിൽ സീറ്റിലേക്ക് ചാരി കണ്ണടച്ചിരിപ്പാണ് മുത്തശ്ശൻ. അവനത് മിററിലൂടെ കാണാം. ഒന്നുമില്ല, വരുന്ന വഴിക്ക് ഒരു തെരുവ് പട്ടി വട്ടം ചാടി. ദേഷ്യം കടിച്ചമർത്തി അവൻ്റെ മറുപടി വന്നു. എറിഞ്ഞു ഓടിക്കായിരുന്നില്ലേ? മുത്തശ്ശൻ്റെ ചുണ്ടിൽ ചെറിയൊരു ചിരിയുള്ളതുപോലെ തോന്നി ചേതന്. എറിഞ്ഞു ഓടിച്ചായിരുന്നു. ഒരേറുകൊണ്ടൊന്നും ഒതുങ്ങുന്ന ഇനമല്ല നീ പറയുന്ന തെരുവ് പട്ടി, മുത്തശ്ശൻ പിന്നെയും പറഞ്ഞു. ശരിയാ, അവൾ അതുകൊണ്ടൊന്നും ഒതുങ്ങില്ല. ചേതൻ മനസ്സിൽ പിറുപിറുത്തു. പിറ്റേന്ന് ചിരിയോടെ ഫോണിൽ എന്തോ സംസാരിച്ച് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയ സ്മിത വന്നുപെട്ടത് താരയുടെ മുന്നിലാണ്. ചേതൻ ഇവിടെ വന്ന് വിവാഹ നിശ്ചയം ഉറപ്പിച്ച അന്നു മുതൽ സിത്താര കാണുന്നുണ്ട് അവളുടെ മുഖത്തെ ആ തെളിച്ചം. അതുവരെ ആത്മഹത്യ ഭീഷണിയും കരച്ചിലും നിലവിളിയുമായി നടന്നവൾ ഒരു ദിവസം കൊണ്ട് പഴയതുപോലെയായി, ഊന്തുമാറുന്നതിലും വേഗത്തിൽ. താരക്കറിയാം എല്ലാ കളികൾക്കും പിന്നിൽ ചേതൻ മാത്രമല്ല എന്ന്. ചുറ്റും നിന്ന് ആരൊക്കെയോ ചരട് വലിക്കുന്നുണ്ടെന്ന്, എന്തൊക്കെയോ പുകഞ്ഞു കത്തുന്നുണ്ടെന്ന്. ഇന്നേരം താരയുടെ നോട്ടത്തിൽ സ്മിത ചൂളി തുടങ്ങുന്നുണ്ടായിരുന്നു. അത്രയും തൊട്ടടുത്താണ് താര നിൽക്കുന്നത്. എന്ത് താരേച്ചി ഇങ്ങനെ നോക്കുന്നേ? മുഖം കറുപ്പിച്ചാണ് അവളുടെ ചോദ്യം. എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്, താര പറഞ്ഞു. എന്ത്? സ്മിത ഒന്ന് വിക്കി. അന്ന് നിന്നെ തട്ടിക്കൊണ്ടുപോയത് ചേതൻ തന്നെയാണോ? താര അവളെ തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതുവരെ ഇരുണ്ടിരുന്ന ആ മുഖം വിളറി വരുന്നത് താരക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. അതെന്താ ചേച്ചിക്കിപ്പോൾ അങ്ങനൊരു സംശയം? ഒരു നിമിഷത്തെ പതർച്ച പതിയെ മറച്ചു പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഞാൻ വെറുതെ ഒരു കാര്യം ചോദിച്ചതിന് നീ ഇങ്ങനെ പരുങ്ങുന്നത് എന്തിനാ? താര അവളുടെ മുഖത്തു നിന്നും കണ്ണെടുത്തില്ല. അങ്ങനെ വെറുതെ ഒരു കാര്യമാണോ ചേച്ചി ചോദിച്ചത്? ചേതനല്ലാതെ പിന്നെ ആരാ എന്നോട് അങ്ങനെ ചെയ്യാൻ? എനിക്ക് എന്നെ സ്വയം തട്ടിക്കൊണ്ടു പോവേണ്ട കാര്യമില്ലല്ലോ. ഇത് നല്ല കൂത്ത്. സ്മിത തട്ടി കയറി. നിന്നെ തട്ടിക്കൊണ്ടുപോയ സ്ഥലത്ത് അന്ന് നീ ചേതനെ കണ്ടായിരുന്നോ? സിത്താര തിരിച്ചു ചോദിച്ചു. അത് പറ സ്മിതേ, കണ്ടായിരുന്നോ? ഇല്ല. പിന്നെ അവരാരെങ്കിലും നിന്നോട് ചേതനാണ് അതിന് പിന്നിലെന്ന് പറഞ്ഞായിരുന്നോ? ഉവ്, അവരെന്നോട് അങ്ങനെ പറഞ്ഞു. സ്മിത വിക്കി. നിന്നോട് അങ്ങനെ പറയേണ്ട കാര്യം എന്താ അവർക്ക്? താരയുടെ സംശയം മുനയുടെ മൂർച്ചയേറി വരുന്നുണ്ടായിരുന്നു. ചേച്ചി ഒന്നും മിണ്ടാതിരിക്കുമോ? എനിക്ക് തല പിടിക്കുന്നു. സ്മിത ദേഷ്യത്തോടെ അലറി. എന്താ ഇവിടെ? ലക്ഷ്മി അടുക്കളയിൽ നിന്ന് ഓടി വന്നു. അമ്മേ, ഈ ചേച്ചി എന്നെ വെറുതെ എല്ലാം ഒന്ന് മറന്നു വരികയായിരുന്നു. ഈ ചേച്ചി എന്നെ ഓരോന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കുകയാണ്. ലക്ഷ്മിയെ കണ്ടപ്പോൾ സ്വല്പം ആശ്വാസം തോന്നി സ്മിതക്ക്. അമ്മ ഇടപെട്ടാൽ താരയുടെ ചോദ്യം ചെയ്യൽ നിന്നോളുമെന്ന് അവൾക്കറിയാം. എന്താ താരെ? ലക്ഷ്മി അവൾക്ക് നേരെ തിരിഞ്ഞു. അല്ല, ഞാൻ ചോദിക്കുകയായിരുന്നു അന്ന് നടന്ന സംഭവങ്ങളെപ്പറ്റി. താര സ്മിതയെ ഒന്ന് അടിമുടി നോക്കിക്കൊണ്ട് ചോദിച്ചു. അതെന്തിനെ ഇനി കുത്തിപ്പൊക്കുന്നേ? അതൊക്കെ പറഞ്ഞു തീർന്നതല്ലേ? ലക്ഷ്മിയുടെ മുഖത്തുമുണ്ട് ഒരു അതൃപ്തി. അതെങ്ങനെ തീരും അമ്മേ? അന്ന് അവൾ എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും അലർച്ചയും തലചുറ്റി വീഴലും എല്ലാം ആയിരുന്നില്ലേ? ദേ ഇപ്പോൾ ഇവൾ തന്നെ പറഞ്ഞല്ലോ അവൾ ഏകദേശം ഇപ്പോൾ ഓക്കെയാണെന്ന്. എങ്കിൽ പിന്നെ എല്ലാം വള്ളിപുള്ളി തെറ്റാതെ അവളുടെ നാവിൽ നിന്നും തന്നെ കേട്ടേക്കാമെന്ന് കരുതി. ഇനി എന്താ പറയേണ്ടത്? എന്നെ അവരെങ്ങനെ ഉപദ്രവിച്ചതെന്നോ അതോ ഞാൻ എങ്ങനെ ആ ദിവസങ്ങൾ തള്ളി നീക്കിയതെന്നോ? സ്മിത ദേഷ്യം കൊണ്ട് വിറച്ചു. അല്ല, ചേതനാണ് ഇതിന് പിന്നിലെന്ന് നീ തറപ്പിച്ച് പറയാനുള്ള കാരണം എന്താണെന്ന് അറിഞ്ഞാൽ മതി. ഓ, അപ്പം അതാണ് അറിയേണ്ടത്. കൊള്ളാം, ചേതൻ തന്നെയാണ് ഇത് ചെയ്തത്, അല്ലാതെ ആർക്കാണ് എന്നോട് വൈരാഗ്യം? സ്മിത മറുചോദ്യം ചോദിച്ചു. നമുക്ക് മനസ്സിലായില്ലേ ചേച്ചിയുടെ ഉദ്ദേശം? ഇവൾക്കിപ്പോൾ ഭാവി വരന് വെള്ളപൂശണം, എന്നിട്ട് എന്നെ ഒന്നുമല്ലാത്തവളാക്കി മാറ്റണം. സ്മിത ലക്ഷ്മിയെ നോക്കി. ലക്ഷ്മിക്കും ദഹിച്ചിട്ടില്ല താരയുടെ ആ ചോദ്യം ചെയ്യൽ. താരക്ക് പക്ഷേ വലിയ ഭാവമാറ്റമൊന്നുമില്ല.
അതാണ് സ്മിതക്ക് കൂടുതൽ പേടി. തലക്ക് മുകളിൽ വാൾ വന്ന് നിന്നാടിയാലും തനിക്കൊരു ചുക്കുമില്ല എന്ന മട്ടിൽ നിൽക്കുന്ന ഒരു താരയുണ്ട്. അതേപോലെ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും പറ്റിയാൽ അവരേക്കാൾ കൂടുതൽ വേദന തിന്നുന്ന ഒരു താരയുമുണ്ട്. രണ്ടാമത്തെ താരയാണ് താൻ മുതലെടുത്തത്. പക്ഷേ ആദ്യത്തെ താര, അവളെ പേടിയാണ് സ്മിതക്ക്, ലോകത്ത് മറ്റാരേക്കാളും. വിശ്വാസവഞ്ചനം താര വെച്ച് പൊറുപ്പിക്കില്ല എന്നവൾക്കറിയാം. താര സ്മിതയുടെ അരികിലേക്ക് വന്ന് നിന്നു. എല്ലാത്തിനും പിന്നിൽ നിനക്കും കൂടെ പങ്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ. താര സ്മിതക്ക് നേരെ വിരൽ ചൂണ്ടി. മുന്നിൽ ഒരു പെൺസിംഹം വന്ന് മുരളുന്ന പോലെയാണ് സ്മിതക്ക് തോന്നിയത്. താരയെ തന്നെ ഒരു പരിധി കഴിഞ്ഞാൽ പേടിയാണ് സ്മിതക്ക്. പക്ഷെ മുന്നിൽ നിൽക്കുന്നത് താരയുമല്ലെന്ന് തോന്നി അവൾക്ക്. അത്രമാത്രം തീവ്രതയുണ്ട് അവളുടെ സംസാരത്തിൽ. പറയടി, ശരിക്കും അന്ന് എന്താ നടന്നത്? അവളുടെ വാക്കുകളിൽ മൂർച്ച കൂടി വന്നു. ഭാവവും സംസാരവും ഒക്കെ മറ്റാരെയോ പോലെ. സ്മിത തലക്ക് കൈ കൊടുത്തുകൊണ്ട് ഒന്ന് നിന്ന് ആടി. അടുത്ത നിമിഷം അവൾ നിലം തൊട്ടിരുന്നു. അയ്യോ എൻ്റെ മോളെ! ലക്ഷ്മി അമ്മ സ്മിതയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. ബോധം പറഞ്ഞ പോലെ കിടക്കുന്ന സ്മിതയെ താര പുച്ഛത്തോടെ നോക്കി. അവൾക്കറിയാം ഉത്തരം മുട്ടുമ്പോൾ ഉള്ള അവളുടെ അവസാന തടവാണിത്. ലക്ഷ്മി മുഖത്ത് വെള്ളം തെളിക്കുകയും ഉറക്കെ കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞൊടിയിടയിൽ താര അവളെ താഴെ നിന്ന് വിളിച്ചു പൊക്കിയെടുത്തു. സ്മിത ആ പ്രവൃത്തിയിൽ ഞെട്ടിപ്പോയി. താര അവളെ കൊണ്ട് എല്ലാം പറയിപ്പിച്ചു. ചതിയുടെ കണക്കുകളെല്ലാം. കേട്ടുനിന്ന ലക്ഷ്മി സ്മിതയെ തുടരെ തല്ലി. കേശവൻ അവൾക്ക് ജന്മം നൽകിയതിന് സ്വയം ശപിച്ചു. അത്രയും വലിയ തെറ്റാണ് അവൾ താരയോട് ചെയ്തത്. താര പക്ഷേ സ്മിതയോട് പ്രതികരിച്ചില്ല. അന്ന് രാത്രി താരയ്ക്ക് ശക്തമായി പനിച്ചു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റുമായി. സ്മിത തന്നെ ഉണ്ടായ കാര്യങ്ങളെല്ലാം ചേതനെ വിളിച്ചറിയിച്ചു. ചേതൻ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ലക്ഷ്മിയാണ് റൂം തുറന്നത്. ചേതനെ കണ്ടപ്പോൾ അവിടെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. എനിക്ക് താരയെ ഒന്ന് കാണണം. ചേതൻ ഏറ്റവും താഴ്ന്ന സ്വരത്തിൽ അവരോട് അപേക്ഷിച്ചു. അവനോട് എന്തൊക്കെയോ പറഞ്ഞ് കയർക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും അവർക്ക് അതിനുള്ള ധൈര്യം വന്നില്ല. ഒന്നും മിണ്ടാതെ അവർ മുറിവിട്ടിറങ്ങി. കട്ടിലിൽ കിടന്നു മയങ്ങുകയാണ് താര. ചേതൻ പതിയെ അവളുടെ അടുത്തേക്ക് വന്നു. ആ കട്ടിലിന് ഓരം ചേർന്ന് ഇരുന്നു. വാടിയൊളിഞ്ഞ ദേഹത്തോടെ കിടക്കുന്ന ആ പെൺകുട്ടിയെ കാണെ അവന് സങ്കടം തോന്നി. താരെ, ചേതൻ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. താര ഉറക്കത്തിൽ എന്ന പോലെ ഒന്ന് മൂളി. ചേതൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ചേതന് പോലും സ്വയം അത്ഭുതം തോന്നിപ്പോയി. അവളെ താൻ സ്നേഹിക്കുന്നുണ്ടോ? ചേതൻ സ്വയം ചോദിച്ചു പോയി. താനല്ല, ഉള്ളിലിരുന്ന് മറ്റാരോ അവളെ സ്നേഹിക്കുന്നു. അവളില്ലാതെ പറ്റില്ലെന്ന് ബാലിശമായി വാശി പിടിക്കുന്നു. അവൾക്കെതിരെ വരുന്നതിനെയെല്ലാം തച്ചുടക്കാൻ ആക്രോശിക്കുന്നു. അവളിലേക്ക് മാത്രം ചുരുങ്ങാൻ പ്രേരിപ്പിക്കുന്നു. താരയുടെ സാമീപ്യത്തിൽ പലപ്പോഴും ചേതന് പലതിലും നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നു. എന്തുപറ്റി പെട്ടെന്ന്? ചേതൻ താരയുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ ചോദിച്ചു. അവൻ്റെ സ്വരത്തിൽ ആശങ്ക കലർന്നിരുന്നു. മയക്കത്തിലാണ് അവൾ. അങ്ങനെ ചോദിച്ചാൽ ഈയിടെയായി നല്ലതൊന്നുമല്ലല്ലോ അവളുടെ ജീവിതത്തിൽ നടക്കുന്നത്. തീരെ പറ്റാതെ ആവുമ്പോൾ തളർന്നു വീഴുന്നതാണ് എൻ്റെ കുഞ്ഞ്. കേശവൻ മടുപ്പോടെ പറഞ്ഞു. ചേതൻ്റെ മുഖം കേശവൻ്റെ മറുപടിയിൽ ഒന്ന് മങ്ങി. ഉള്ളിൽ അന്നേരം അവനെ ഭരിച്ചിരുന്ന വികാരം കുറ്റബോധം തന്നെയായിരുന്നു. ഇടയ്ക്കെപ്പോഴോ താര പാതി മയക്കത്തിൽ കണ്ണു തുറന്നപ്പോൾ അരികിൽ തന്നെ കേശവനും ചേതനും ഉണ്ടായിരുന്നു. ചുറ്റും കണ്ണോടിച്ച് നോക്കുന്നവളെ കാണെ ചേതൻ അവളുടെ കയ്യിലൊന്ന് മുറുകെ പിടിച്ചു. ഉറങ്ങിക്കോ, നാളെ നേരം വെളുക്കുമ്പോഴേക്കും താൻ ഓക്കെയാവും. സൗമ്യതയോടെ പറയുന്നവനെ അല്പനേരം അങ്ങനെ നോക്കി കിടന്നുപോയി താര. ഇടയ്ക്കെപ്പോഴോ അവളുടെ കണ്ണുകൾ പിന്നെയും അടഞ്ഞു പോവുകയും ചെയ്തു. സ്വബോധത്തിലല്ല തന്നെ അവൾ കണ്ടതെന്ന് തോന്നി ചേതന്. സ്വബോധത്തിലായിരുന്നുവെങ്കിൽ ഇതായിരിക്കില്ലല്ലോ അംഗം. അന്നത്തെ ദിവസം ചേതൻ കേശവനെ അമ്പരപ്പിക്കുകയായിരുന്നു എല്ലാ അർത്ഥത്തിലും. ആ വരാന്തയിൽ ഉറക്കമൊഴിഞ്ഞ് സമാധാനമില്ലാതെ തലങ്ങും വിലങ്ങും നടന്നിരുന്ന ചേതൻ, അവളെ ഏറ്റവും ആർദ്രമായി നോക്കിയിരുന്ന ചേതൻ. ഇന്നേ വരെ താരയെ നോക്കുന്ന കണ്ണുകളിൽ ഒന്നും ഇത്ര സ്നേഹം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കേശവന്. രാവിലെ താരക്ക് വേണ്ട മരുന്നുകളെല്ലാം വാങ്ങി ഏൽപ്പിച്ചതും ചേതൻ തന്നെയാണ്. കൊച്ചു തമ്പുരാന് എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ പോവാം, ഇവിടെ ഞാനും ലക്ഷ്മിയുണ്ടല്ലോ. ഇന്നലത്തെ പോലെ അല്ല, ഇത്തിരി മയം വന്നിരുന്നു കേശവൻ്റെ സ്വരത്തിൽ. കുഴപ്പമില്ല, താര ഒന്ന് ഓക്കെ ആയിട്ട് ഞാൻ പോയിക്കോളാം. കേശവൻ ഒന്ന് അമർത്തി മൂളി. പിന്നെ എന്നെ ഇങ്ങനെ കൊച്ചു തമ്പുരാൻ എന്നൊന്നും വിളിക്കണ്ട, പേര് വിളിച്ചാൽ മതി, ചേതൻ എടുത്തു പറഞ്ഞു. കേശവൻ ചേതനെ ഒന്ന് നോക്കി എന്നല്ലാതെ മറുപടി ഒന്നും കൊടുത്തില്ല. കണ്ണൊന്ന് വലിച്ചു തുടക്കവേ സൂര്യരശ്മികൾ കണ്ണിലേക്ക് കുത്തിക്കയറുന്ന പോലെ തോന്നി താരക്ക്. കഴിഞ്ഞ നേരങ്ങളിൽ അത്രയും ഇരുട്ടായിരുന്നല്ലോ അവൾക്ക് ചുറ്റും. അച്ഛാ, മുന്നിൽ നിൽക്കുന്ന കേശവനെ അവൾ പതിയെ വിളിച്ചു. ഹോസ്പിറ്റലിലാ, പേടിക്കാൻ ഒന്നുമില്ല, ചെറുതായി ഒന്ന് തല ഇറങ്ങിയതാ എൻ്റെ കുഞ്ഞിന്. കേശവൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ലക്ഷ്മി അവളുടെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് സാരിത്തരപ്പിൽ കണ്ണൊന്ന് തുടച്ചു. സ്മിത വീട്ടിൽ തനിച്ചാണോ അച്ഛ? ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകളൊന്ന് നിറഞ്ഞു, ചുണ്ടൊന്ന് വിതുമ്പി. അവളുടെ തൊട്ട് എതിർവശം നിൽക്കുന്നവൻ്റെ നെഞ്ച് ആ ചോദ്യത്തിൽ ഒന്ന് പിടഞ്ഞു.
കേശവൻ തല ചിരിച്ചുകൊണ്ട് ചേതനെ ഒന്ന് നോക്കി. അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ കാണെ കേശവന് ചെറുതല്ലാത്ത അതിശയം തോന്നിപ്പോയി. ചേതൻ അവളോട് വല്ലാത്ത സഹതാപം തോന്നിപ്പോയി. മതി ഈ വിവാഹ നാടകമെന്ന് ബുദ്ധി പറയുന്നുണ്ടെങ്കിലും അവൻ്റെ ഹൃദയം അത് അംഗീകരിക്കാൻ മടിക്കുന്നു എന്നതാണ് സത്യം. ഒരുപാട് അങ്ങോട്ട് സ്നേഹിച്ചാൽ തിരികെ എന്തെങ്കിലും തന്നെയും അവൾ സ്നേഹിച്ചാലോ എന്ന് ബാലിശമായി ചോദിക്കുകയാണ് അവൻ്റെ ഹൃദയം. മയക്കത്തിലേക്ക് വഴുതി വീഴുന്നവളെ കട്ടിലിലേക്ക് ചായച്ചു കിടത്തി ചേതൻ. ചെയ്യരുത് ചെയ്യരുത് എന്ന് മനസ്സ് 100 വട്ടം പറഞ്ഞിട്ടും ആ നെറ്റിയിൽ ഒന്ന് ചുണ്ട് ചേർക്കാതിരിക്കാൻ അവന് കഴിഞ്ഞില്ല. പുറത്തേക്ക് കടക്കുമ്പോൾ കേശവനും ലക്ഷ്മിയും വാതിൽക്കൽ തന്നെ നിൽപ്പുണ്ട്. അക്ഷമയോടെ നിന്നിരുന്ന ലക്ഷ്മി ചേതൻ വന്നപാടെ അകത്തേക്ക് കയറിയിരുന്നു. ചേതൻ കേശവനെ ഒന്ന് നോക്കിക്കൊണ്ട് അയാളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. കേശവൻ അമ്പരപ്പോടെ അവന് ചോദ്യഭാവത്തിൽ നോക്കി നിന്നുപോയി. സാർ, ഇത്രകാലം നിങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്തിയും നെറികേട് കാണിച്ചുമാണ് അവളെ വിവാഹം കഴിക്കാനുള്ള വഴികൾ ഞാൻ തേടി നടന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ പൂർണ്ണ മനസ്സോടെ ഞാൻ ചോദിക്കുകയാണ്, സാറിൻ്റെ മകളെ എനിക്ക് തരുമോ എൻ്റെ ഭാര്യയായിട്ട്? ചേതൻ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചുപോയി. വിവാഹം പോലും കഴിക്കാൻ താല്പര്യമില്ലാതെ നിന്നിരുന്ന ചേതൻ്റെ മനസ്സിൽ എന്നാണ് താര കുടിയേറിയതെന്ന് അവന് പോലും അറിയില്ല. അവൻ കേശവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നുപോയി. ആദ്യമായിട്ടാണ് ഒരാളുടെ മുന്നിൽ ഇത്രയും താഴ്ന്നു വീണ് ഒരു കാര്യം ആവശ്യപ്പെടുന്നത് പോലും. നേരത്തെ ഇയാൾ പറഞ്ഞ പോലെ എന്നെയും സാറെന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. താര വിളിക്കുന്ന പോലെ അച്ഛ എന്ന് വിളിച്ചോളൂ. കേശവൻ ദൂരേക്ക് നോട്ടം കൊടുത്തുകൊണ്ട് പറഞ്ഞു. ചേതൻ്റെ കണ്ണുകൾ പോലും തൻ്റെ മറുപടിയിൽ പുഞ്ചിരിക്കുന്ന പോലെ തോന്നി കേശവന്. ചേതൻ അയാളെ ഇറുക്കിയൊന്ന് പുണർന്നുകൊണ്ട് തിരിഞ്ഞു നടക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ അത്രയും താരയായിരുന്നു. ഇപ്പോഴാണ് ചേതന് ഒരു വ്യക്തത വന്നത്. എന്നാലും നീ എന്നെ അങ്ങ് വീഴ്ത്തി കളഞ്ഞല്ലോ എൻ്റെ ഉണ്ണിയാർച്ചെ. ഇടത് നെഞ്ചിൽ കൈവച്ചൊന്ന് തടവിക്കൊണ്ട് ചേതൻ പതിയെ പറഞ്ഞു. ആദ്യമായി അവളെ കണ്ട ദിവസം ഓർമ്മ വന്നു അവന്. അന്ന് പെയ്ത മഴ ഓർമ്മ വന്നു. ഒരടി പോലും പിന്നോട്ടില്ലാതെ തൻ്റെ നേരെ നിന്ന് പോരി വിളിച്ച് നിന്നവളെ ഓർമ്മ വന്നു. താര ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങിയിട്ട് 2 ദിവസമായി എന്ന് അറിഞ്ഞു ചേതൻ. അവളെ ഒന്നുകൂടെ കാണാൻ തോന്നുന്ന മനസ്സിനെ പാടുപെട്ടാണ് ചേതൻ അടക്കി നിർത്തിയത്. ശബ്ദമെങ്കിലും കേൾക്കാതെ വയ്യ എന്ന് തോന്നിയപ്പോഴാണ് ഫോൺ വിളിച്ചത്. എന്നിട്ടും അപ്പുറം ഫോൺ എടുത്തില്ല. പക്ഷെ പകരം ഒരു മെസ്സേജ് വന്നു. എന്തു വേണം? ആ മെസ്സേജ് വായിക്കുമ്പോൾ അവൾ അത് ചോദിച്ച രീതിയും അവളുടെ ഭാവവും ഒക്കെ അകക്കണ്ണിൽ കാണാം ചേതന്. തന്നെ കൊന്നു തിന്നാനുള്ള കലി ഉണ്ടായിരിക്കും അപ്പുറമുള്ളവൾക്കെന്ന് ഉറപ്പാണ് ചേതന്. ഉണ്ണിയാർച്ച ചെറുതായി ഒന്ന് മണ്ണ് ടെസ്റ്റ് ചെയ്തു എന്ന് കേട്ടു. ഉള്ളതാണോ? അവളെ ചൊടിപ്പിച്ച് 2 വഴക്ക് തിരികെ വാങ്ങുന്നതിലും കൂടുതൽ രസമുള്ള കാര്യമൊന്നും ചേതന് ഇപ്പോൾ ഇല്ല. അത്യാവശ്യമായി ഒരു കുഴിയെടുക്കാനുണ്ട്. അപ്പോൾ പിന്നെ നല്ല വളക്കൂറുള്ള മണ്ണെന്താ ഏതാണെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതി. മറുപടിയും വന്നു. ചേതന് ചിരി വന്നു. കൊല്ലുവോ നീ എന്നെ? പരിഗണനയിലുണ്ട്. ഇതിനെ ഞാൻ എങ്ങനെ കെട്ടിക്കൂടെ പൊറപ്പിക്കും ഈശ്വര? ചേതൻ ഓർത്തുപോയി. ഇനി എന്ത് ചോദിക്കും? ചോദിക്കാൻ ഒരുപാട്. പക്ഷേ സംസാരിക്കുന്ന രീതിയിൽ സ്വല്പം സ്നേഹം അവൾ കണ്ടെത്തിയാൽ അവൾ തന്നെ നിലത്ത് നിർത്തില്ല എന്നറിയാം ചേതന്. എന്നാലും ചോദിക്കാതെ വയ്യല്ലോ. അറിയാതെ ചോദിച്ചുപോയി. ഇത്രകാലം എൻ്റെ മുന്നിൽ ഉരുക്കുപോലെ നിന്നിട്ട് സ്മിതയുടെ കാര്യം അറിഞ്ഞപ്പോഴേക്കും നീ വീണുപോയല്ലോ. അത് കുറച്ച് മോശമായി പോയി താരെ. നിങ്ങൾ എനിക്ക് ആരുമല്ല ചേതൻ, ആരും. അതുകൊണ്ട് നിങ്ങൾ എന്നോട് എന്ത് പറഞ്ഞാലും എനിക്ക് കൊള്ളില്ലായിരുന്നു. അതുപോലെയല്ല സ്മിത. പ്രതീക്ഷിച്ച പോലെ ഒരു ഉത്തരം തന്നെയായിരുന്നു. എന്നിട്ടും ആ ഒരൊറ്റ വാക്കിൽ തൻ്റെ ഉള്ളിൽ നോവുന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ല ചേതന്. താൻ ആരുമല്ലെന്ന് പോലും. ആരും. ചേതന് ദേഷ്യം വന്നുപോയി. ദേഷ്യം മാത്രമോ, ഒരു തരം വീർപ്പുമുട്ടൽ വേറെയും. ഇത്രയൊക്കെ ദ്രോഹിച്ച തന്നെ ഒരു കാലത്തും അവൾ സ്നേഹിക്കില്ല എന്ന തിരിച്ചറിവിനുള്ള സാമാന്യബോധം അവനുണ്ട്. പക്ഷേ എന്നിട്ടും അത് അംഗീകരിക്കാൻ മനസ്സ് മടിക്കുന്നു. ചേതൻ കട്ടിലിലേക്ക് കയറി കിടന്നു. കണ്ണൊന്നടച്ചപ്പോഴും അവളുടെ മുഖമാണ്. ദ്രോഹി, ഉറങ്ങാനും സമ്മതിക്കില്ല. ചേതൻ പിറുപിറുത്തു. വീട്ടിലേക്ക് വന്നിട്ടും പിന്നീടുള്ള ദിവസങ്ങളും താര കടുത്ത മൗനത്തിൽ തന്നെയായിരുന്നു. ഫോണിലേക്ക് പലവട്ടം ചേതൻ വിളിച്ചെങ്കിലും അവൾ ഫോൺ എടുത്തില്ല. ചേതനാണെങ്കിൽ അവളുടെ സ്വരമെങ്കിലും കേട്ടില്ലെങ്കിൽ മരിച്ചു പോവും എന്ന മട്ടിലായിരുന്നു നിൽപ്പും ഭാവവും. ഒരാഴ്ചയ്ക്കിപ്പുറം ചെറിയൊരു മയക്കത്തിലേക്ക് വീഴവെയാണ് മുറിയിൽ ജനലിൽ എന്തോ വന്ന് തട്ടുന്ന പോലെ ഒരു സ്വരം താര കേട്ടത്. താര കട്ടിലിൽ നിന്ന് പൊടുന്നനെ എഴുന്നേറ്റിരുന്നു. തുടരെ ജനലിൽ മുട്ട് കേട്ടപ്പോൾ പേടിയോടെയാണെങ്കിലും അവൾ അതിൻ്റെ കുറ്റി നീക്കി അല്പം നീങ്ങി മാറി നിന്നു. മുന്നിൽ നിലാവത്ത് ആ മുഖം കാണെ താരക്ക് ഭയം തോന്നി. ഇത് ഞാനാ, ചേതൻ. താര ഒന്നൂടെ കണ്ണ് തിരുമ്മി അവനെ നോക്കി. ദേ താരെ, ഇപ്പോൾ തല കറങ്ങി വീണേക്കല്ലേ. സൗകര്യം പോലെ വേറൊരു ദിവസം ആവാം. ഇപ്പോൾ നീ വന്ന് ഈ വാതിലൊന്ന് തുറക്ക്. ചേതൻ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. നിങ്ങളെന്താ ഈ ആ സമയത്ത്? അതും ഇങ്ങനെ? താരയുടെ കണ്ണുകൾ കുറുകി. ഒന്ന് കാണാൻ. ചേതൻ ജനാലയുടെ കമ്പികളിലേക്ക് മുഖം അടുപ്പിച്ചു വെച്ചുകൊണ്ട് പതിയെ ചിരിച്ചു. ആരെ?
നിന്നെ? ചേതൻ്റെ കണ്ണുകൾ കാന്തം പോലെ തോന്നി അവൾക്ക്. ഈ അസമയത്തോ? താര മുഖം വെട്ടിച്ചു. ആ സമയത്താണ് കാണാൻ തോന്നുന്നത് കൂടുന്നത്. ചേതൻ്റെ മുഖത്ത് ഒരു കള്ളച്ചിരി തെളിഞ്ഞു. അതെന്താ അങ്ങനെ? താരയുടെ നെറ്റി ചുളിഞ്ഞു. അതങ്ങ് പറഞ്ഞാൽ നീ എന്നെ ഒരുപാട് ആഭാസനായി കണ്ടാലോ? ചേതൻ്റെ മുഖത്തെ കള്ളച്ചിരിക്ക് വ്യാപ്തി കൂടി കൂടി വന്നു. താരയുടെ മുഖം ഒന്ന് വിളറി. അവൻ്റെ നോട്ടം, ആ ഭാവം, ആ സംസാരം എല്ലാം ഇന്ന് വേറെ പോലെയാണ്. പറഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങളെ ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് കാണുന്നേ. താരയും ഒട്ടും വിട്ടുകൊടുത്തില്ല. എന്ത് ആഭാസനെ പോലെയോ? ഐഷ്, ഇതാ പെണ്ടായേ. പൊന്നുമോളെ താരേ, നീ ആ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എന്നെ ഉമ്മ വെക്കാൻ വന്നിട്ട് എൻ്റെ ചാരിത്രം ബോംബ് പിടിച്ചിട്ട് തടഞ്ഞവനായി ഞാൻ. ചേതൻ പുച്ഛത്തോടെ പറഞ്ഞു. ദേ, ഇല്ലാവചനം പറഞ്ഞാലുണ്ടല്ലോ. താര അവന് നേരെ വിരൽ ചൂണ്ടി. അവസരം കാത്തു നിന്നവനെ പോലെ തൊട്ടടുത്ത് കിട്ടിയ വിരൽ തുപ്പിൽ അവനങ്ങ് പിടിച്ചു. ആ പിടുത്തം പിന്നെ കൈത്തണ്ടയിലും മുറുകി. എന്താ ഇത്? വിട്. താര ഒന്ന് കുതറി നോക്കി. ഞാൻ പറഞ്ഞത് നേരാ താരേ. ദേ, ഈ വിരൽത്തുമ്പ് കൊണ്ട് നീ എൻ്റെ കൺപീലിയിൽ തലോടി, പുരികത്തിൽ തലോടി, പിന്നെ ഇതിലൂടെ എൻ്റെ ചുണ്ടിലും തൊടാൻ വന്നപ്പോൾ ഞാൻ നിന്നെ ഒന്ന് ഒതുക്കി നിർത്തിയേ. ചേതൻ പറയുന്നതിനൊപ്പം അവളുടെ വിരൽത്തുമ്പ് കൊണ്ട് തൻ്റെ മുഖത്ത് തലോടുന്നുണ്ടായിരുന്നു. താരക്ക് ശരീരം മുഴുവൻ ഒരു കുളിര് വ്യാപിക്കുന്ന പോലെ തോന്നി. ചേതൻ ഉള്ളിലെ പതർച്ച മറച്ചുവെച്ച് ദേഷ്യത്തോടെ അവൾ വിളിച്ചു. എന്തേ, പിടിച്ചു നിർത്തിയത് മോശമായോ? ചേതൻ ചിരി കടിച്ചമർത്തിക്കൊണ്ട് ചോദിച്ചു. താരക്ക് ദേഷ്യം കൂടി വന്നു. ചേതൻ ആ പിടുത്തം അയച്ചപ്പോൾ അവൾ കൈ വലിച്ചെടുത്തു. പോവാൻ നോക്ക്, താര പറഞ്ഞു. അല്ലെങ്കിലും ഇവിടെ കൂടാനുള്ള സമയമായിട്ടില്ലല്ലോ. എന്നാണ് എൻ്റെ പ്രിയതമ കോവിലകത്തേക്ക് വരുന്നത്? ചേതൻ ജനൽ കമ്പികളിൽ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് അവളെ നോക്കി. 1 വർഷത്തെ കരാറിൽ നടക്കുന്നതാണ് നമ്മളുടെ വിവാഹം എന്ന് മറക്കണ്ട ചേതൻ, താര ഓർമ്മിപ്പിച്ചു. മറുപടി പറയാതെ ചേതൻ ഒന്ന് ചിരിച്ചു. അതൊക്കെ എന്നോ മറന്നു എന്ന പോലെ. അന്നത്തെ സൂര്യകിരണങ്ങൾക്ക് പതിവിലേറെ പ്രകാശമുണ്ടായിരുന്നു. ഇന്ന് സൂര്യൻ അസ്തമിക്കുമ്പോഴേക്കും താര ചേതൻ്റെ പാതിയായി ചേർക്കപ്പെടും. പുലരു മുന്നേ തന്നെ ചേതൻ പറഞ്ഞയച്ച ആള് വന്നിരുന്നു. സ്മിതയുടെ വിവാഹവും അതിനൊപ്പം തന്നെ തീരുമാനിച്ചിരുന്നു. സ്മിതക്കും താരക്കും ഒരേ നിറത്തിലുള്ള സാരിയായിരുന്നു വേഷം. ഒരുങ്ങിയിറങ്ങുമ്പോൾ താൻ പതിവിലും സുന്ദരിയായ പോലെ തന്നെ സ്മിതക്ക് തോന്നി. പക്ഷെ ആ സന്തോഷത്തിന് താരയുടെ മുറിയുടെ വാതിൽ തുറക്കുന്നവരെ മാത്രമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. ആ മുറിയുടെ വാതിൽ തുറക്കുമ്പോൾ കോവിൽ തുറന്ന പോലെയാണ് സ്മിതക്ക് തോന്നിയത്. മുന്നിൽ നിൽക്കുന്നത് ദേവിയാണെന്നും തോന്നിപ്പോയി അവൾക്ക്. ചുവന്ന പട്ടുടുത്ത് നിൽക്കുന്ന സർവാഭരണ വിഭൂഷികയായ ദേവി. സ്മിതയുടെ കണ്ണിമ വെട്ടാത്ത നോട്ടത്തെ പാടെ അവഗണിച്ച് കളഞ്ഞു താര. പൊന്നു മൂടിയ താരയുടെ നിൽപ്പ് കാണെ സ്മിതക്ക് തൻ്റെ ദേഹത്ത് കിടക്കുന്ന അച്ഛൻ തന്ന ഇത്തിരി പൊന്നിനോട് ദേഷ്യം തോന്നി. വിവാഹത്തിന് വന്ന ആളുകളുടെ നോട്ടം അത്രയും താരയിൽ തടഞ്ഞു നിൽക്കുന്നത് കാണെ ദേഹത്തുള്ളത് മുഴുവൻ പറിച്ചെറിഞ്ഞ് കളയാനാണ് സ്മിതക്ക് തോന്നിയത്. മുഹൂർത്തത്തിന് സമയമായി. കതിർ മണ്ഡപത്തിൽ ഇരുന്നിരുന്ന 2 പുരുഷന്മാരുടെ സ്ഥിതിയും മറിച്ചായിരുന്നില്ല. കുളിച്ചൊരുങ്ങി സ്വർണ്ണക്കരയിലുള്ള വെള്ളമുണ്ടും ചന്ദന നിറമുള്ള ഷർട്ടും ധരിച്ചിരിക്കുന്ന കോവിലകത്തെ കൊച്ചുതമ്പുരാൻ സൂര്യനെ പോലെ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. താരയൊന്ന് കാണാനുള്ള കൊതിയോടെയാണ് ചേതൻ ഇരുന്നിരുന്നത്. നാദസ്വരങ്ങളുടെ അകമ്പടിയോടെ ചുവപ്പിൽ സ്വർണ്ണ കസവുകരെ നെയ്ത പട്ടുസാരിയും ചുറ്റി സർവാഭരണ വിഭൂഷികയായി തനിക്ക് അരികിലേക്ക് വരുന്ന താരയിൽ ഒരു നിമിഷം ചേതൻ്റെ നോട്ടം മുടക്കി. അവളിൽ നിന്നും ആ നോട്ടം പറിച്ചെടുക്കാൻ കഴിയാത്ത വിധം ചേതൻ ഇരുന്നു പോയി. താഴെ നിന്നും മിഴികൾ അടർത്തി താര ചേതന് നേരെ തൊടുത്തുവിടുന്ന ഓരോ നോട്ടവും ചേതൻ്റെ ഹൃദയം പിടച്ചിലോടെ ഏറ്റുവാങ്ങി. നാദസ്വരങ്ങളുടെ അകമ്പടിയോടെ മഞ്ഞച്ചരടിൽ കോർത്ത താലി ചേതൻ കഴുത്തിലേക്ക് ചേർക്കുമ്പോൾ അവൾ കണ്ണടച്ചിരുന്നുപോയി. സീമന്തരേഖയിലേക്ക് അവൻ ചുവപ്പ് പടർത്തുമ്പോൾ താര മിഴികൾ ഉയർത്തി അവനെ ഒന്ന് നോക്കി. തൻ്റേതുപോലെ അവൻ്റെ മിഴികളും കലങ്ങിയിരിക്കുന്നത് കാണെ താരയിൽ ചെറുതല്ലാത്തൊരു അതിശയം വിടരുന്നുണ്ടായിരുന്നു. കതിർ മണ്ഡപത്തിനു ചുറ്റും അഗ്നിസാക്ഷിയായി 7 വലങ്ങൾ വെക്കുമ്പോൾ താരയുടെ നോട്ടം അത്രയും ചേതനിൽ തന്നെയായിരുന്നു. ആഹാര സുരക്ഷ, ബലം, സമ്പത്ത്, സൗഖ്യം, സന്താനസുഖം, ആരോഗ്യം, ആത്മബന്ധം. 7 വാഗ്ദാനങ്ങൾ കൊടുത്ത് അവർ വലം വെക്കുന്നത് അവസാനിപ്പിച്ച് നിർത്തുമ്പോൾ വിവാഹത്തിന് കൂടിയവരുടെ കണ്ണുകൾ അത്രയും അവരിൽ തന്നെയായിരുന്നു. സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് ചേർന്ന പോലെ. സുന്ദരിയായിട്ടുണ്ട്. സത്യം പറയാലോ, ആദ്യം കണ്ടപ്പോൾ എനിക്കൊന്ന് തൊഴാനൊക്കെ തോന്നി. ചേതൻ അവളുടെ ചെവിക്കരികിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു. താര മുഖമുയർത്തി കണ്ണു ഉറപ്പിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി. ഒന്ന് പ്രശംസിച്ചതാണ് കുഞ്ഞെ. നിനക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചെടുത്തേക്കാം. അവളുടെ കണ്ണുരുട്ടിയുള്ള നോട്ടം കണ്ടപ്പോൾ ചേതൻ മറുവശം തിരിഞ്ഞു നിന്നു. ചേതൻ്റെ ഒപ്പം പോകാൻ ഒരുങ്ങുമ്പോൾ ലക്ഷ്മിയുടെയും കേശവൻ്റെയും കണ്ണുകൾ നിറഞ്ഞു വരുന്നത് താര കണ്ടു. എങ്കിലും ഒരു തുള്ളി കണ്ണുനീർ പോലും വീഴ്ത്താതെ താര പിടിച്ചു നിന്നു. സ്മിതക്കും വലിയ കുലുക്കമൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് സ്ഥിരമുള്ള കൂട്ടക്കരച്ചിൽ എന്ന സമ്പ്രദായം ആ വിവാഹ ചടങ്ങിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു. കാർ മുന്നോട്ടെടുക്കവേ ആ കുഞ്ഞു വീടും തൊടിയുമെല്ലാം ദൂരേക്ക് മറയുന്നത് കാണെ താരയുടെ നെഞ്ചൊന്ന് ആളി.
സീറ്റിൽ വെച്ചിരിക്കുന്ന കയ്യിലൊന്നിൽ ചേതൻ തൊട്ടതും അപ്പോഴാണ്. ഒരിത്തിരി കരച്ചിലും ബഹളവും എല്ലാം ആവാം കേട്ടോ, ചേതൻ കളിയാക്കും മട്ടിലൊന്ന് പറഞ്ഞു. താര ഒന്നും മിണ്ടിയില്ല. നീ നിന്റെ നാവ് അവിടെ ഊരി വെച്ചാണോ വന്നെ? ഇന്ന് കണ്ടതു മുതൽ ഇന്നേ വരെ ഒരക്ഷരം അവൾ മിണ്ടിയിട്ടില്ല എന്ന് ഓർത്തു ചേതൻ. അതിൻ്റെതായ ഒരു വീർപ്പുമുട്ടൽ അവൾക്കില്ലെങ്കിലും അവന് അവോളമുണ്ട്. അത്രയൊക്കെ ചോദിച്ചിട്ടും അവൾ ഒന്നും മിണ്ടിയിട്ടില്ല എന്ന് കാണെ ചേതൻ നെടുവീർപ്പോടെ പുറത്തേക്ക് നോക്കിയിരുന്നു പോയി. അവളുടെ ആ മൗനം അവനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ടായിരുന്നു. കോവിലകത്തെ മതിൽക്കെട്ടിനുള്ളിലേക്ക് ആ കാർ വന്ന് നിൽക്കുമ്പോൾ താര ചുറ്റും ഒന്ന് നോക്കി. അന്നൊരിക്കൽ ചേതനോട് കൊമ്പ് കോർക്കാൻ വന്നിട്ടുണ്ടെങ്കിലും ചുറ്റുപാടൊന്നും അന്ന് നോക്കിയിട്ടില്ലായിരുന്നു താര. സാവിത്രി നിലവിളക്കെടുത്തോളൂ, മുത്തശ്ശൻ വിളിച്ചു പറഞ്ഞ പാടെ ചെറിയമ്മ നിലവിളക്കുമായി വരുന്നത് ചേതൻ കണ്ടു. നിറഞ്ഞ ചിരിയോടെ ആരതി ഒഴിയുന്ന അവരെ നോക്കി താരയും പതിയൊന്ന് ചിരിച്ചു. പൂജാമുറിയിൽ നിലവിളക്ക് വെച്ച് തിരിയുമ്പോൾ തൊട്ടു പിന്നിൽ ചേതൻ നിൽപ്പുണ്ട്. മുകളിലാണ് റൂം, എൻ്റെ കൂടെ പോരെ? ചേതൻ അവളെ വിളിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി. താര അല്പനേരം ഒന്ന് സംശയിച്ചു നിന്നു. ചെല്ലേട്ടെത്തി, ഇങ്ങനെ നിന്ന് സമയം കളയാതെ ഏട്ടനുള്ള പണി ഓരോന്നായി അങ്ങ് തുടങ്ങിക്കോ. എല്ലാവിധ ഹെൽപ്പിനും ഞാനുണ്ടാകും. ചിരിയോടെ അടുത്തു വന്ന് നിന്ന് പറയുന്നവനെ താര അതിശയഭാവത്തിലൊന്ന് നോക്കി. ഭദ്രയാണ്, ചേതൻ്റെ ചെറിയച്ഛൻ്റെ മകൻ. വിവാഹം കഴിഞ്ഞ് വന്നു കയറിയവരോട് ഇങ്ങനെയൊക്കെയാണോ പറയുന്നേ? വന്നു കയറി അന്ന് തന്നെ നീ അവരെ തമ്മിൽ തെറ്റിക്കുവോ? സാവിത്രി അവൻ്റെ ചെവിയിൽ പിടിച്ചൊന്ന് തിരിച്ചു. ഷോ ഈ അമ്മ! സാവിത്രിയുടെ പിടിയിൽ നിന്നും തെന്നി മാറി. അല്ലെങ്കിൽ ഇപ്പോൾ വലിയേട്ടനെ ഏട്ടത്തി തൊട്ടിലിട്ടാട്ടുമെന്നാണോ അമ്മ വിചാരിച്ചിരിക്കുന്നേ? ഒരു പെണ്ണിനോട് ചെയ്യാൻ പറ്റുന്ന സകല തെണ്ടിത്തരവും കാണിച്ചിട്ട് ഒരു താലി അങ്ങ് കിട്ടുമ്പോഴേക്കും അയാളെ അങ്ങ് സ്നേഹിച്ചു തുടങ്ങാൻ എൻ്റെ ഏട്ടത്തി അമ്മ കാണുന്ന കണ്ണീർ സീരിയലിലെ നായികയല്ല. ബദ്രി ഒരൊറ്റ ദിവസം കൊണ്ട് താരക്കൊപ്പം ചേർന്നിരുന്നു. ഇവൻ അങ്ങനെ പലതും പറയും മോളെ. കുട്ടി മുറിയിൽ പോയി ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് വായോ, സാവിത്രി അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. പിന്നെ എക്സിനെ അടിച്ചിട്ട വീരകഥകളൊക്കെ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞായിരുന്നു. അത് കേട്ടപ്പോൾ എൻ്റെ പൊന്നേട്ടത്തി എനിക്കങ്ങ് രോമാഞ്ചം കയറി. വലിയേട്ടനും വേണമെങ്കിൽ 2 കൊടുത്തോ, പക്ഷെ ഒരുപാട് വേദനിപ്പിക്കരുത് കേട്ടോ. താരക്കറിയാതെ ബദ്രിയുടെ വാക്കുകളിൽ ചിരി വന്നു പോയി. ആകെ 1-2 വട്ടമേ കണ്ടിട്ടുള്ളൂ എങ്കിലും ബദ്രിയോട് ചെറുതല്ലാത്തൊരടുപ്പം താരക്ക് തോന്നുന്നുണ്ടായിരുന്നു. മുകളിലേക്ക് കയറിയപ്പോൾ 4 റൂമുകൾ കാണെ താര അല്പം സംശയിച്ചു നിന്നു. 4 റൂമുകളും അടഞ്ഞു കിടക്കുകയാണ്. പൊടുന്നനെയാണ് തൊട്ടരികിൽ മുറി തുറന്നതും അതിൽ നിന്നും ഒരു കൈ നീണ്ടുവന്ന് അവളെ അതിലേക്ക് വലിച്ചതും. താര ഒന്ന് ചിന്തിച്ചു തുടങ്ങും മുമ്പേ ചേതൻ അവളെ അടക്കി പിടിച്ചുകൊണ്ട് ആ ചുമരിലേക്ക് ചേർത്ത് നിർത്തിയിരുന്നു. താര ഒന്ന് കുതറാൻ ശ്രമിച്ചെങ്കിലും ചേതൻ ഒരടി മാറിയില്ല. സകല അഭ്യാസമുറകളും കയ്യിലുള്ളവളാണെന്ന ഓർമ്മ ഉള്ളതുകൊണ്ട് അവളെ സ്വല്പം കൂടെ ശ്രദ്ധയോടെയാണ് ചേതൻ അടക്കി നിർത്തിയിരുന്നത്. എന്നെ വിട്! താര കണ്ണു കൂർപ്പിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി. ചേതൻ ഒന്നും മിണ്ടാതെ അവളെ നോക്കി നിൽക്കുകയാണ് ഉണ്ടായത്. ആ നോട്ടത്തിൻ്റെ ഭാവം മാറുന്നത് കാണെ അവളുടെ മിഴികൾ ഒന്ന് പിടഞ്ഞുപോയി. തൻ്റെ ബലഹീനത അവൻ അറിയരുത് എന്ന മട്ടിൽ താര മുഖം താഴ്ത്തി കളഞ്ഞു. ചേതൻ പതിയെ അവളുടെ മുഖത്തേക്കൊന്ന് ഊതി. താര ദേഷ്യത്തോടെ അവനെ മുഖം ഉയർത്തി നോക്കി. അവളുടെ ഗന്ധം, നോട്ടം, അഭാവം എല്ലാം അവനെ കൊതിപ്പിക്കുന്നുണ്ടായിരുന്നു. താരെ! ചേതൻ പതിയെ അവളെ വിളിച്ചു. അത്രയും പ്രണയം നിറച്ചുകൊണ്ടുള്ള ആ വിളിയിൽ തൻ്റെ അടിവയറിൽ നിന്ന് എന്തോ ഒരു മിന്നൽ കുളിർ ദേഹമൊട്ടാക്കെ പടരുന്നത് താര അറിഞ്ഞു. ഇന്ന് രാത്രി ഇരുട്ടി വെളുക്കും മുമ്പേ നീ അറിയേണ്ട ഒരു കാര്യമുണ്ട്. അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പിടിവിട്ടേക്കാം, ചേതൻ പറഞ്ഞു. എന്ത് കാര്യം? താര ഒരു നിമിഷം അനങ്ങാതെ നിന്നുകൊണ്ട് ചോദിച്ചു. 1 വർഷത്തെ ഉടമ്പടി വിവാഹം എന്നായിരുന്നല്ലോ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത്. അതെ, അതിനിപ്പോൾ എന്ത് പറ്റി? അതിനിപ്പോൾ ഒന്നും പറ്റിയില്ല, അത് നടക്കില്ല, അത്ര തന്നെ, ചേതൻ നിസ്സാര ഭാവത്തിൽ പറഞ്ഞു. എന്ത്? താരയുടെ കണ്ണുകൾ കൂർത്തു വന്നു. ചേതൻ അവളുടെ അരികിലേക്ക് ഒന്നുകൂടെ ചേർന്ന് വന്നു. ഞാൻ ആ താലി കെട്ടിയത് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ്. എനിക്കിനി നീ ഇല്ലാതെ പറ്റില്ല. മുത്തശ്ശൻ്റെ വാശി ജയിക്കാൻ ചെയ്തു തുടങ്ങിയ കാര്യങ്ങളാണെങ്കിലും എപ്പോഴൊക്കെയോ ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങി എന്നതാണ് സത്യം. താരയുടെ ചുണ്ടിൽ ഒരു പരിഹാസച്ചിരി വന്ന് നിറയുന്നത് ചേതൻ കണ്ടു. അറിയാം, ഇത് പറയുമ്പോൾ നീ ഇങ്ങനെ പരിഹസിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഞാൻ ഇതിപ്പോൾ തന്നെ പറയാൻ ഒരു കാരണം കൂടെയുണ്ട്. താര ചോദ്യഭാവത്തിൽ അവനെ ഒന്ന് നോക്കി. 1 വർഷം കഴിഞ്ഞ് നീ ഇവിടെ നിന്ന് പോവാതിരിക്കാൻ എനിക്ക് പറ്റാവുന്നിടത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കും. ഒരിക്കലും എൻ്റെ ഇഷ്ടത്തെ നീ മറ്റൊരു കണ്ണിലൂടെ കാണരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. എനിക്ക് നിങ്ങളുടെ സ്നേഹം വേണ്ടെങ്കിലോ? താര വീറോടെ ചോദിച്ചു. സ്നേഹമെല്ലാം ആരെങ്കിലും ചോദിച്ചിട്ടാണോ തരുന്നത് എൻ്റെ താരയെ? ചേതനിൽ ഞൊടിയിടയിൽ ഒരു കുസൃതിച്ചിരി തെളിഞ്ഞു വന്നു. ചേതൻ അവളുടെ വലിയ കമ്മലിൽ ഒന്ന് തട്ടിക്കൊണ്ട് പതിയെ ചിരിച്ചു. അവൻ്റെ ശ്രദ്ധ മാറിയ ആ ഒരു നിമിഷം മതിയായിരുന്നു താരക്ക്. ചേതൻ്റെ വാരിയെല്ലിൻ്റെ കീഴെ അവൾ ചൂണ്ടുവിരലും നടുവിരലും വളച്ചു പിടിച്ചുകൊണ്ട് അത്യാവശ്യ ശക്തിയോടെ ഒരു കുത്തുകുത്തി. ആ! ചേതൻ എരിവലിച്ചുകൊണ്ട് അവളുടെ ദേഹത്തുള്ള പിടുത്തം വിട്ടു. വേദന കൊണ്ട് ചുവന്ന മുഖം കുറിപ്പിച്ചുകൊണ്ട് അവൻ താരയെ ദഹിപ്പിക്കും വിധം ഒരു നോട്ടം നോക്കി.
എത്രയോ അടക്കോ ഒതുക്കമുള്ള പെൺപിള്ളേരെ കണ്ടിരിക്കുന്നു ദൈവമേ. എന്നിട്ടും ഈ മറുതയോടാണല്ലോ ദൈവമേ എനിക്ക് പ്രേമം തോന്നിയത്. ചേതൻ സ്വയം കുറ്റപ്പെടുത്തി. അന്ന് രാത്രി താര മുറിയിലേക്ക് കടക്കുമ്പോൾ ചേതൻ ബാൽക്കണിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൈകാര്യം ചെയ്തു വിട്ടെങ്കിലും അതിനുശേഷം അവൻ്റെ മുന്നിൽ അങ്ങനെ തനിച്ചു പെട്ടിട്ടില്ല താര. അതിൻ്റെതായ ചെറിയൊരു പതർച്ച അവൾക്കുണ്ട്. താരയെ കണ്ടപ്പോൾ ചേതൻ ബാൽക്കണിയിലേക്കുള്ള ഡോർ അടച്ച് മുറിയിലേക്ക് കടന്നു. ഷർട്ട് ഇട്ടിട്ടില്ല അവൻ, ഒരു ഷോർട്സ് മാത്രമാണ് വേഷം. അങ്ങനെ അവനെ ആദ്യമായി കാണുന്ന സ്ത്രീ സഹജമായ ഒരു കുഞ്ഞു ചമ്മലും താരയിൽ അപ്പോൾ ഉണ്ടായിരുന്നു. എങ്കിലും അവൻ ഇങ്ങ് അടുത്തെത്തിയപ്പോഴേക്കും താര പതറാതെ അവനെ തന്നെ നോക്കി നിന്നു. പക്ഷേ അവൻ്റെ കണ്ണുകളിലെ ആ ഭാവം അത് താങ്ങാൻ അല്പം പ്രയാസം തോന്നി താരക്ക്. എന്താണ് താരയുടെ മുഖത്ത് ഇതുവരെ ഇല്ലാത്തൊരു പതർച്ച? എത്രയൊക്കെ അവൾ അത് ഒളിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവൻ അത് കണ്ടുപിടിച്ചിരുന്നു എന്നതാണ് സത്യം. ഒരിത്തിരി ഭയം എനിക്കുമുണ്ട് എന്ന് കൂട്ടിക്കോ. ഒന്നുമില്ലെങ്കിലും ഞാൻ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ റൂമിൽ നിങ്ങളോടൊപ്പമല്ലേ, അതിൻ്റേതായ ഭയം എനിക്കും കാണുമല്ലോ, താര ഒട്ടും വിട്ടുകൊടുക്കാതെ പറഞ്ഞു. പക്ഷെ താരയുടെ മുഖത്ത് കാണുന്നത് ഭയമല്ലല്ലോ, ചെറിയ നാണാണല്ലോ. ചേതൻ മുഖം താഴ്ത്തി അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ശരിക്കും അറിയാനുണ്ട് അവൻ അവളുടെ മുഖത്തെ പതർച്ച. ചേതൻ്റെ നേരിയ നിശ്വാസത്തിൻ്റെ ചൂടിൽ താരയുടെ കണ്ണുകൾ ഒന്ന് ചിമ്മിയടഞ്ഞു. നിനക്കെന്നോട് ചെറിയൊരു ഇഷ്ടമുണ്ടോ താരേ? ഇല്ല. ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല താരക്ക് മറുപടി പറയാൻ. പക്ഷെ വെറുക്കാൻ പറ്റുന്നില്ല അല്ലേ? ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൻ്റെ അടുത്ത ചോദ്യവും എത്തി. താരക്കതിന് ഉത്തരമുണ്ടായിരുന്നില്ല. ശരിയാണ്, ആദ്യം കണ്ട നാളുകളിൽ വെറുപ്പ് തന്നെയായിരുന്നു അവനോട്. പിന്നീട് അങ്ങോട്ട് എപ്പോഴോ ആ വെറുപ്പ് മാഞ്ഞു തുടങ്ങുകയായിരുന്നു. അവനോട് പ്രത്യേകിച്ച് ഒരു ഇഷ്ടവും തനിക്കില്ല. പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും അവനെ ഒരു പരിധിയിൽ കൂടുതൽ വെറുക്കാൻ താരക്കാവുന്നില്ല. സത്യം പറഞ്ഞാൽ ഇതുവരെ ഒരു പെണ്ണിനോടും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു അട്രാക്ഷനും തോന്നിയിട്ടില്ല. കൂട്ടുകാരെല്ലാം കളിയാക്കും നീ സന്യസിക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ നിന്നെ കണ്ടപ്പോൾ അതങ്ങ് മാറി. ഇപ്പം ഞാൻ സ്വയം നിയന്ത്രിക്കാൻ പെടുന്ന പാട് എനിക്കേ അറിയൂ. ആഞ്ജനേയ സ്വാമി! ചേതൻ മുകളിലേക്ക് കൈ ഉയർത്തി വിളിച്ചുപോയി. തമ്പുരാൻ സ്വയം നിയന്ത്രിക്കുന്നത് തന്നെയാണ് നല്ലത്, ഇല്ലെങ്കിൽ ഒതുക്കി നിർത്താൻ എനിക്കറിയാം. താരയും ഒട്ടും വിട്ടുകൊടുത്തില്ല. ചേതൻ പതിയെ ഒന്ന് ചിരിച്ചു. ഇന്ന് രാവിലെ കൊണ്ടുവന്ന് തന്ന ആഭരണങ്ങളെല്ലാം അതിൽ വെച്ചിട്ടുണ്ട്. ആ, അത് പറയാൻ വിട്ടുപോയി. ഇന്ന് അതൊക്കെ ഇട്ടങ്ങ് ഒരുങ്ങിയിറങ്ങിയപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ഉണ്ണിയാർച്ചയെ ഞാൻ മൂക്കും കുത്തി വീണുപോയി. ചേതൻ അതിശയഭാവത്തിൽ പറഞ്ഞുപോയി. കാവിലെ ഭഗവതി നേരിട്ട് ഇറങ്ങി വന്ന പോലെ തന്നെയായിരുന്നു. ചേതൻ തമാശ മട്ടിൽ പറഞ്ഞു. താര ഒന്നും മിണ്ടിയില്ല. അവൻ കളിയാക്കുകയാണെന്ന് തോന്നി താരക്ക്. നിന്നെ അങ്ങനെ കണ്ടപ്പോൾ ആദ്യം തന്നെ എനിക്ക് എഴുന്നേറ്റ് നിന്ന് ഒന്ന് തൊഴാനാണ് തോന്നിയത്. അപ്പോൾ പറ്റിയില്ല, ഇപ്പോൾ തൊഴുതോട്ടെ. ചേതൻ്റെ സ്വരം നേർത്തു വന്നു. തന്നെ നോക്കി തൊഴുകൈകളോടെ നിൽക്കുന്നവൻ്റെ കണ്ണുകളിൽ കാണുന്ന തിളക്കം കണ്ട് താര അതിശയിച്ചു പോയി. താര കണ്ടു തുടങ്ങിയ ഒരു ചേതനുണ്ടായിരുന്നു. നിസ്സാര കാര്യത്തിന് പോലും താൻ എന്ന അഹംഭാവം കൊണ്ട് നടക്കുന്ന ചേതൻ. സ്വന്തം വാശി ജയിക്കാൻ ഏതറ്റം വരെയും പോവാൻ മടിയില്ലാത്ത ചേതൻ. പക്ഷേ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നവന് പഴയ ചേതനോട് ഒരു സാമ്യവുമില്ല എന്ന് തോന്നിപ്പോയി താരക്ക്. പിറ്റേന്ന് മുതൽ വിരുന്നും കൂട്ടവുമായി താരയും ചേതനും തിരക്കിലായിരുന്നു. അന്ന് വൈകുന്നേരം താരയുടെ വീട്ടിലും പോയി അവർ. വിരുന്നെല്ലാം കഴിഞ്ഞ് തിരികെ ചേതൻ കാറിലേക്ക് കയറുമ്പോൾ താര സീറ്റിൽ കണ്ണടച്ചിരിപ്പുണ്ട്. സീറ്റിലേക്ക് ഇരുന്ന് ഡോർ അടച്ച ഉടനെ ഒന്നും നോക്കാതെ ചേതൻ അവളുടെ കവിളിലേക്ക് ഒരു ഉമ്മ അങ്ങ് കൊടുത്തു. കണ്ണൊന്ന് വിരിച്ചു തുറന്ന് അതിന് പകരമായി താര കൈവീശി തിരികെ അവനും ഒന്ന് കൊടുത്തു. പ്രതീക്ഷിച്ചായിരുന്നു, എന്നാലും തരാതെ ഇരിക്കാൻ പറ്റിയില്ല. അവൾ അടിച്ച കവിളിൽ തലോടി ഒറ്റക്കണ്ണിറുക്കി ചിരിയോടെ പറയുന്നവനെ നോക്കി കണ്ണു കൂർപ്പിച്ചു താര. ചേതൻ്റെ കാർ ഗേറ്റ് കടന്നു വരുന്നത് കണ്ടപ്പോഴാണ് ബദ്രി പുറത്തേക്ക് ഇറങ്ങി വന്നത്. ചേതനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ താരയ്ക്കിറങ്ങാൻ ഡോർ തുറന്നു കൊടുത്തു. ഞാൻ പറഞ്ഞത് കൊടുന്നോ ഏട്ടെത്തി? താര ഇറങ്ങിയ പാടെ ആവേശത്തോടെ ബദ്രി ചോദിച്ചു. താര ചിരിയോടെ കയ്യിലിരുന്ന കവർ അവന് നേരെ നീട്ടി. താരയുടെ അമ്മ ഉണ്ടാക്കിയ അടപ്രഥമനാണ്. തിരികെ വരുമ്പോൾ അതും കൊണ്ടുവരാമെന്ന് പറഞ്ഞാണ് താര പോയത്. യു ആർ സോ സ്വീറ്റേ, ബദ്രി അവളുടെ കവിളിൽ ഒന്ന് നുള്ളി വലിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ ആ പെരുമാറ്റവും സംസാരവുമെല്ലാം താരക്ക് അത്ഭുതമാണ് സത്യം പറഞ്ഞാൽ. ചങ്കു പറിച്ച് കയ്യിൽ കൊടുത്തിട്ടാണ് സ്മിതയെ താര സ്നേഹിച്ചിരുന്നത്. പക്ഷേ അവളുടെ ആവശ്യങ്ങൾക്ക് മാത്രമേ അവൾ സ്നേഹം കാണിച്ചിരുന്നുള്ളൂ. കാര്യം കഴിഞ്ഞാൽ പിന്നെ ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല അവൾ. പക്ഷേ ആഗ്രഹിക്കാതെ കിട്ടിയ ഒരു പൂക്കാലമായി അവൾക്ക് ബദ്രിയെ തോന്നുന്നുണ്ട്. അവൻ്റെ ചെയ്തികളിൽ ഒരു തരി കലർപ്പില്ലാത്ത പോലെ. താര അങ്ങ് കയറിപ്പോയതിനു ശേഷം ആണ് ചേതൻ കാറിൽ നിന്ന് ഇറങ്ങി വന്നത്. ബദ്രി വന്ന് അവൻ്റെ അടുത്തേക്ക് നിന്നപ്പോൾ ചേതൻ അവൻ്റെ കഴുത്തിൽ കൈയിട്ട് മുറുക്കി തൻ്റെ അരികിലേക്ക് നീക്കി ഇങ്ങ് നിർത്തി. ആ വിട് വിട്! അവൻ്റെ കയ്യിൽ തട്ടിക്കൊണ്ട് ബദ്രി കൂവി വിളിച്ചു. നിനക്കിപ്പോൾ എന്നെ കണ്ണി പിടിക്കുന്നില്ലല്ലേ? ആ പോയവളെ മതിയല്ലോ അല്ലേ? ബദ്രിയെ ഒന്നുകൂടെ അങ്ങ് ഇറുക്കിയിട്ട് അവനെ ചേതൻ നേരെ നിർത്തി. ഞെക്കി കൊല്ലുവോ?
ബദ്രി കഴുത്ത് യഥാസ്ഥാനത്ത് തന്നെ ഇല്ലേ എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ചോദിച്ചു. ചേതൻ മറുപടിയായി ഒന്ന് ചിരിച്ചു. വലിയേട്ടാ, കവിളെന്താ വീങ്ങിയിരിക്കുന്നേ? ബദ്രി അവനെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് നിന്റെ ഏട്ടത്തി എന്നെ ഒന്ന് സ്നേഹിച്ചതാ, ചേതൻ മറുപടി പറഞ്ഞു. എന്തിന്? ബദ്രി കണ്ണുമിഴിച്ചു. അതിനു മുന്നേ നിന്റെ ഏട്ടത്തിയെ ഞാൻ ഒന്ന് സ്നേഹിച്ചായിരുന്നു. ചേതൻ ഭംഗിയായി ഒന്ന് ചിരിച്ചു. ആ, അങ്ങനെ പറ, ഇപ്പോൾ ഓക്കെ ആയി. നോക്കിയും കണ്ടൊക്കെ മതി വലിയേട്ടാ. ഏട്ടത്തിക്കും ഏട്ടൻ്റെ പോലെ ആദ്യം പ്രവൃത്തി പിന്നെ സംസാരം എന്നൊരു മട്ടാണെന്ന് തോന്നുന്നു. അവൾക്ക് ചെറിയൊരു ഡോസ് അങ്ങ് കൊടുത്താൽ ഒതുങ്ങാവുന്നതേ ഉള്ളൂ. ആ, അങ്ങോട്ട് ചെല്ല് ഡോസ് കൊടുക്കാൻ. നാളെ പത്രത്തിൽ പടം വരാതെ നോക്കിക്കോ മിസ്റ്റർ, ബദ്രി പുച്ഛത്തോടെ പറഞ്ഞു. അതിനിടയിൽ അവൻ കയ്യിലിരിക്കുന്ന പായസത്തിൻ്റെ കുപ്പി തുറന്ന് കുറച്ച് സ്പൂണിലാക്കി വായിലേക്ക് ഒഴിച്ചു കഴിഞ്ഞിരുന്നു. രുചിമുകുളങ്ങൾ ഒന്നാകെ ഉണർന്ന പോലെ തോന്നി ബദ്രിക്ക്. മുറിയിലേക്ക് കയറുമ്പോൾ ഇട്ടിരുന്ന ചുരിദാറിൻ്റെ ഷോൾ അഴിച്ചു മാറ്റുകയായിരുന്നു താര. ചേതൻ വന്നത് കണ്ണാടിയിലൂടെ അവൾ കണ്ടെങ്കിലും ആ വശത്തേക്കേ അവൾ നോക്കിയില്ല. അപ്പോൾ തോന്നിയൊരു കുസൃതിയിൽ ചേതൻ അവളെ ഞൊടിയിടയിൽ തിരിച്ചു നിർത്തുകയും ഒപ്പം അവളുടെ കൈകളടക്കം അവളിട്ടിരിക്കുന്ന ഷാൾ വെച്ച് തന്നെ അരയിലേക്ക് കൂട്ടിക്കെട്ടുകയും ചെയ്തു. താര ഒന്ന് അല്പം ബലം പ്രയോഗിച്ച് കുതറാൻ ശ്രമിച്ചുവെങ്കിലും കാര്യമുണ്ടായില്ല. അത്ര മുറുക്കത്തിൽ ഒരു ഇഞ്ച് തെന്നി മാറാൻ സ്ഥലമില്ലാത്ത രീതിയിലാണ് അവൻ അത് ചെയ്തിരിക്കുന്നത്. ചേതൻ, ഇതഴിക്ക്, താര ദേഷ്യത്തോടെ പറഞ്ഞു. ഇല്ലെങ്കിലോ? ചേതൻ ഒറ്റപ്പുരികം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. എന്തൊരു കഷ്ടാണിത്. നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഭവതി തരുമോ? ചേതൻ്റെ സ്വരം നേർത്തു വന്നു. താരയുടെ കണ്ണുകളിൽ ഒരു പിടച്ചിൽ ചേതൻ വ്യക്തമായി കണ്ടു. ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്തു കാര്യം? എൻ്റെ കണ്ണി തനിക്ക് പ്രണയം കാണുന്നുണ്ടോ? ചേതൻ അവളുടെ കവിളിനെ കൈകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല, താര മുഖം വെട്ടിച്ചു. ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഇപ്പോൾ നീ എൻ്റെ കണ്ണിലേക്ക് നോക്കാൻ പോലും ഭയക്കുന്നത്? ചേതൻ്റെ സ്വരം കാറ്റുപോലെയായി. കെട്ടഴിച്ചോട്ടെ? എന്നെ തല്ലുവോ? കണ്ണ് ചിമ്മി ചിരിച്ചുകൊണ്ടാണ് ചേതൻ ചോദിക്കുന്നത്. ഇപ്പോൾ അഴിച്ചാൽ ഒന്നേ നിർത്തും, ഇല്ലെങ്കിൽ എണ്ണം കൂടും, താര കണ്ണു കുറുക്കിക്കൊണ്ട് പറഞ്ഞു. ചേതൻ ചിരിയോടെ ആ കെട്ടങ്ങ് അഴിച്ചു കൊടുത്തു. തല്ലുന്നില്ലേ? താര ഷാളും വലിച്ചെടുത്ത് അങ്ങ് തിരിഞ്ഞു നിന്നപ്പോൾ ചേതൻ ചോദിച്ചു. തല്ലി ഇരന്നു വാങ്ങുന്നവനെ കാണുന്നത് ഇതാദ്യമായിട്ടാ, താര മറുപടി പറഞ്ഞു. തല്ലിമടുത്തെങ്കിൽ അതിന് പകരം വേറെ എന്ത് തന്നാലും സ്വീകരിക്കുന്നതാണ്, ചേതനും മറുപടി പറഞ്ഞു. വേറെ എന്താണ് ഭവാന് വേണ്ടത്? താര തിരികെ വന്ന് അവൻ്റെ മുന്നിലേക്ക് കൈകെട്ടി നിന്നു. എന്തു ചോദിച്ചാലും തരുമോ? ആ, ചോദിക്കു തമ്പുരാൻ. ഒരു ആദ്യ ചുംബനം ഇങ്ങോട്ട് ദാ ഇവിടെ. ചേതൻ അവളുടെ വിരൽ കൊണ്ട് തൻ്റെ ചുണ്ടിലൊന്ന് തൊട്ടു. ഉള്ളിലൂടെ ഒരു വിറയൽ പാഞ്ഞു പോകുന്നത് താര അറിഞ്ഞു. അവൾ ആ വിരൽ വലിച്ചെടുത്തു. തരാൻ മടിയാണെങ്കിൽ പറഞ്ഞാൽ മതി, എനിക്ക് വേണ്ടത് ഞാൻ ഇങ്ങെടുത്തോളാം. ചേതൻ്റെ സ്വരത്തിൽ കുസൃതി നിറഞ്ഞു. ഇങ്ങനെ പോയാൽ ആദ്യ ചുംബനവും അന്ത്യചുംബനവും എല്ലാം ഒരു ദിവസം വാങ്ങേണ്ടി വരും തമ്പുരാന്. അതൊക്കെ നിന്റെ വെറും തോന്നലാം കേശവൻ്റെ മോളെ. ഇന്ന് കവിളിൽ ഒരു കുഞ്ഞുമ്മ തന്നതിന് പകരം നീ തല്ലിയ തല്ലിന് പകരമായി നിന്റെ ദേഹത്ത് ഒരു ഭാഗം പോലും ബാക്കി വെക്കാതെ ഞാൻ എൻ്റെ ചുണ്ടുകൾ പതിപ്പിക്കും. അന്ന് താരക്ക് ഈ വീറും വാശി ഒന്നും കാണില്ല. അന്ന് നിന്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കടിഞ്ഞാൻ പോലും എൻ്റെ കയ്യിലായിരിക്കും. രഹസ്യം പോലെ, കാറ്റുപോലെ നേരത്തെ സ്വരത്തിൽ പറയുന്നവനെ നോക്കി ധരിച്ചു നിന്നുപോയി താര. പിറ്റേന്ന് ഓഫീസിലിരിക്കുമ്പോൾ ശക്തമായ തലവേദന അവനെ വലക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ തിരികെ ഇങ്ങ് വീട്ടിലേക്ക് തന്നെ വന്നത്. പക്ഷെ അവൻ്റെ അസ്വസ്ഥതകളും സമ്മർദ്ദവും എല്ലാം ഞൊടിയിടയിലില്ലാതെ അവൻ അകത്തെ കാഴ്ച ധാരാളമായിരുന്നു. ചേതൻ മുറിയുടെ വാതിൽ തുറന്നതും താര ഞെട്ടിത്തെറിച്ച് നിന്നുപോയി. ഒരു മേൽമുണ്ട് മാത്രമെടുത്ത് ഈറൻ മുടിയോടെ നിൽക്കുന്നവളെ കാണെ ചേതൻ്റെ കണ്ണ് മിഴിഞ്ഞുപോയി. വെണ്ണക്കൽ ശില്പം കൊത്തിവെച്ച പോലെ മുഴുവനായി തുടച്ചു മാറ്റാത്ത വെള്ളത്തുള്ളികളും നനഞ്ഞ ചുണ്ടുകളും എടുത്തെറിയുന്ന ഉടലളവുകളും. അവളുടെ ആ പരിങ്ങൾ കണ്ടപ്പോൾ ചിരിയാണ് ചേതന ആദ്യം വന്നത്. ചേതൻ ആ ചിരിയോടെ അകത്തേക്ക് കയറിയപ്പോഴേക്കും താരവേഗത്തിൽ ബാത്റൂമിലേക്ക് തന്നെ കയറിയിരുന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടും കക്ഷി ഇറങ്ങി വരുന്നില്ലെന്ന് കാണെ ചുറ്റുമൊന്ന് നോക്കിയപ്പോഴാണ് അവൾ മാറിയുടുക്കാൻ വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ അവൻ കാണുന്നത്. ഇനി വൈകിട്ടേ തിരിച്ചു പോകൂ, അതുവരെ ഇവിടെ തന്നെ ഇരിക്കുമോ നീ? ചേതൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു. എവിടെ? അനക്കമൊന്നുമില്ല. എൻ്റെ പൊന്നു താരേ, അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് പനിയൊന്നും വരുത്തണ്ട, ഞാൻ പോയേക്കാം. നീ വന്ന് ഡ്രസ്സ് മാറ്റിക്കോ. മുറിയുടെ വാതിൽ അടയുന്ന ശബ്ദം കേട്ടാണ് താര ബാത്റൂമിൽ നിന്നിറങ്ങിയത്. ചേതൻ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോഴാണ് അവൾക്കൊന്ന് ശ്വാസം നേരെ വീണതുപോലും. ജീവിതത്തിൽ ഇങ്ങനെ ആരുടെ മുന്നിലും മാനം കെട്ട് നിൽക്കേണ്ടി വന്നിട്ടില്ല എന്ന് തോന്നിപ്പോയി താരക്ക്. വസ്ത്രമെല്ലാം മാറി താര മുടിയിലെ ഉടക്ക് കളഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ചേതൻ തിരികെ വന്നത്. ആ മുറിക്കകമാകെ അവളുടെ ഗന്ധമാണെന്ന് തോന്നി ചേതന്. താരയുടെ മുഖത്ത് അന്നുവരെയില്ലാത്തൊരു പിടച്ചിൽ കാണെ ചേതന് ചിരി വന്നുപോയി. ചോര വറ്റി ആകെ വിളർത്ത് നിൽക്കുകയാണ് താര. നിനക്ക് നാണൊക്കെ വരുമോ? ചേതൻ ചിരിയോടെ ചോദിച്ചു. താര ദേഷ്യത്തോടെ അവനെ ഒന്ന് നോക്കി. എന്നാലും ഈ 29 വയസ്സിനിടെ ഇങ്ങനൊരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല താരെ. ഉഫ്, എൻ്റെ രക്തം തിളച്ചുപോയി.
കണ്ട കാഴ്ച ഒന്നുകൂടി ഓർത്തെടുത്തുകൊണ്ട് ചിരിയോടെ പറയുന്നവനെ നോക്കി കണ്ണുരുട്ടി താര. ചേതൻ പതിയെ അവളുടെ അടുത്തേക്ക് നീങ്ങി വന്നു. തെന്നി മാറാൻ നോക്കിയവളെ അതിനനുവദിക്കാതെ ചേതൻ ആ ചുമരിലേക്ക് ഇരുവശങ്ങളിലും കൈകൾ ഊന്നിക്കൊണ്ട് നിന്നു. ഞാൻ എന്തോരം വട്ടം നിന്നെ ഇങ്ങനെയെല്ലാം സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ടെന്നോ? പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ സങ്കല്പങ്ങളൊന്നും നിനക്ക് യഥാർത്ഥത്തിലുള്ളതിൻ്റെ 7 അയലത്ത് പോലും എത്തിയിട്ടില്ലായിരുന്നു താരെ. നേർത്ത നിശ്വാസത്തോടെ പറയുന്നവനെ നോക്കി തരിച്ചു നിന്നുപോയി താര. ഐഷ്, ഉണ്ണിയാർച്ച എന്തെങ്കിലും മറുപടി പറ. ഇങ്ങനെ വാല് മുറിഞ്ഞ് നിൽക്കുന്നത് നമ്മളെപ്പോലെ ക്ഷത്രിയന്മാർക്ക് ചേർന്നതല്ല. മറുപടിയായി കൈ ചുരുട്ടി അവൻ്റെ വയറിനിട്ടൊന്ന് കൊടുക്കുകയാണ് ചെയ്തത് താര. ഉഫ്, ഇതെന്ത് ഇടിയാടി ഇടിച്ചേ! പോലീസുകാർ പോലും ഇങ്ങനെ കണ്ണീസോര ഇല്ലാതെ ഇടിക്കില്ല, ചേതൻ വയറൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. താര അപ്പോഴേക്കും വേഗത്തിൽ ആ മുറിക്ക് പുറത്തേക്ക് നടന്നിരുന്നു. അന്ന് മുഴുവൻ ചേതൻ പിന്നെയും പിന്നെയും അവളെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നു. താരക്ക് അന്ന് മുഴുവൻ മൗനവ്രതമായിരുന്നു. ചേതനാവട്ടെ പതിവിലും കൂടുതൽ വാചാലനുമായിരുന്നു. ആ, ചെറിയമ്മക്ക് പുതിയ കൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അടുക്കളയിൽ ചെറിയമ്മക്കൊപ്പം തിരക്കിട്ട പണിയിൽ നിൽക്കുന്ന താരയെ നോക്കിക്കൊണ്ടാണ് ചേതൻ ചോദിച്ചത്. ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞതാ അടുക്കളയിൽ ഒന്നും കയറണ്ട എന്ന്. എന്നിട്ട് ഇതിന് വെച്ചുണ്ടാക്കാൻ വല്ലതും അറിയോ ചെറിയമ്മ? ചേതൻ കളിയാക്കലോടെ ചോദിച്ചു. ഉവ്വല്ലോ, മോൾക്ക് നല്ല കൈപുണ്യമാണ്, സാവിത്രി ചിരിയോടെ പറഞ്ഞു. ആണോടോ ഭാര്യയെ? ചേതൻ താരയെ ഒന്ന് തോണ്ടി വിളിച്ചു. താര ചുമലൊന്ന് വെട്ടിച്ച് അവനെ നോക്കി കണ്ണുരുട്ടി. ഇന്നപ്പോൾ ശാരദാമ്മ വന്നില്ലേ? ഇല്ല, അവർക്കൊരു വിവാഹം ഉണ്ടത്രേ ഗുരുവായൂർ വെച്ചിട്ട്, അതിന് പോയേക്കുവാ, സാവിത്രി മറുപടി പറഞ്ഞു. ചേതൻ താരയൊന്ന് നോക്കി. എവിടെ, മുഖത്തേക്ക് നോക്കുന്നു കൂടെയില്ല. ഞാൻ പണിക്കാരന് ഭക്ഷണം കൊടുത്തിട്ട് വരാട്ടോ. സാവിത്രി ഒരു പാത്രത്തിൽ നിറയെ ചോറും നിറച്ച് കറിയും അതിലേക്ക് ഒഴിച്ച് ഒരു ഗ്ലാസ് കയ്യിൽ പിടിച്ചുകൊണ്ട് അടുക്കളയെ വഴി മുറ്റത്തേക്ക് ഇറങ്ങി. ചേതൻ താരയുടെ തൊട്ടു പിറകെ തന്നെ അങ്ങനെ നിന്നു. താരക്കും ചെറിയൊരു വീർപ്പുമുട്ടലുണ്ട്. അവൻ അങ്ങനെ അരികിൽ വന്ന് നിൽക്കുമ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവിയലിലേക്ക് ഏറ്റവും അവസാനം പച്ച വെളിച്ചെണ്ണ തൂകി താര കഷ്ണങ്ങൾ ഉടയാതെ അതൊന്ന് ഇളക്കി. രുചി നോക്കാൻ വേണ്ടി ഒരു ക്യാരറ്റിൻ്റെ കഷ്ണം എടുത്ത് കൈത്തണ്ടയിലേക്ക് വെച്ചപ്പോഴേക്കും ചേതൻ അവളുടെ കൈ ബലമായി നീട്ടിപ്പിടിച്ച് അത് നാവും ചുണ്ടും ഉപയോഗിച്ച് നുണഞ്ഞെടുത്തിരുന്നു. ഉടലിലൂടെ ഒരു മിന്നൽ പാഞ്ഞു പോയത് താര വ്യക്തമായി അറിഞ്ഞു. കൊള്ളാലോ, നന്നായിട്ടുണ്ട്, കുസൃതിയോടെ പറയുന്നവനെ താര കണ്ണു മിഴിച്ചു വെച്ച് നോക്കി. എന്ത് കുഞ്ഞ് നീ ആലോചിക്കുന്നേ? ഏത് മർമ്മമടിച്ച് കലക്കണം എന്നാണോ? ചിരിയോടെ ചോദിച്ചുകൊണ്ട് ചേതൻ അവളെ ഇറുക്കി അങ്ങ് പുണർന്നു. എന്താ ഇത്? സ്വബോധം എന്ന പോലെ താര ഒന്ന് കുതറി. പകുതി കടിച്ച ക്യാരറ്റിൻ്റെ കഷ്ണം ചേതൻ അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. അതെ, ഇവിടെ ഇരുന്ന് ബോറടിക്കുന്നുണ്ടെങ്കിൽ ജോലിക്ക് പോയിക്കോ. ഞാൻ പിന്നാലെ നടന്ന് കഷ്ടപ്പെട്ട് മുടക്കിയിരുന്നത് കൊണ്ടാണ് തനിക്ക് ജോലിയൊന്നും കിട്ടാതെ ഇരുന്നിരുന്നത്. ഇപ്പോൾ പിന്നെ എന്നെക്കൊണ്ടുള്ള ഉപദ്രവമില്ലല്ലോ, ചേതൻ ചിരിയോടെ പറഞ്ഞു. കോവിലകത്തെ കമ്പനികളിൽ തന്നെ നല്ലൊരു പോസ്റ്റ് നോക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ തൻ്റെ ദുരഭിമാനം അതിന് സമ്മതിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് താൻ തന്നെ കണ്ടുപിടിച്ചോ തനിക്കുള്ള ജോലി. ഈ അടുക്കള ഭരണമൊന്നും ഏറ്റെടുത്ത് ഭാവി കളയണ്ട. താര അവനെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നുപോയി. പലപ്പോഴും പല മുഖങ്ങളാണ് ചേതനെന്ന് തോന്നിപ്പോയി താരക്ക്. വാശി കാണിച്ച് നേടാൻ കഴിയാത്ത പലതും സ്നേഹം കൊണ്ട് നിഷ്പ്രയാസം അവനിൽ നിന്ന് സാധിച്ചെടുക്കാമെന്നും അവൾക്ക് മനസ്സിലായി. തന്നോടുള്ള വൈരാഗ്യ ബുദ്ധിയേക്കാൾ ഉപരി മുത്തശ്ശനോടുള്ള അമിതമായ സ്നേഹം അവനെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് എന്നും തോന്നി അവൾക്ക്. തന്നോട് അവൻ ചെയ്തതൊന്നും ഒരിക്കലും മറക്കാൻ സാധിക്കില്ല താരക്ക്. പക്ഷേ എത്രയൊക്കെ വെറുപ്പാണെന്ന് കാണിച്ചാലും താരക്കറിയാം തൻ്റെ അരികിൽ നിൽക്കുന്നവന് പലപ്പോഴും തൻ്റെ ദേഷ്യവും സങ്കടവും എല്ലാം ഉരുക്കി കളയുന്നുണ്ടെന്ന് താൻ പോലും അറിയാതെ. ചേതൻ മുറിയിലേക്ക് കയറുമ്പോൾ വെറുതെ അലസമായി കട്ടിലിൽ കിടക്കുകയായിരുന്നു താര. സാധാരണ ഈ നേരത്തൊരു ഉറക്കം പതിവില്ലാത്തതുകൊണ്ട് ചേതൻ അവളുടെ അരികിലേക്കൊന്ന് വന്ന് നെറ്റിയിലൊന്ന് തൊട്ടു നോക്കി. ചൂടൊന്നുമില്ല, എന്തെങ്കിലും അസുഖം വന്നാലും അവൾ അത് കടിച്ചു പിടിച്ചിരിക്കുക അല്ലാതെ തന്നോടൊന്നും പറയില്ല എന്ന് ഉറപ്പുണ്ട് ചേതന്. അതുകൊണ്ട് തന്നെ സദാ ചേതൻ്റെ ഒരു നോട്ടം അവളുടെ മേൽ കൂടെയുണ്ട്. ദേഹം ചൂടൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തി തിരിഞ്ഞു നടക്കവേ ചേതൻ്റെ കയ്യിൽ ഒരു പിടുത്തം വീണു. ചേതൻ ആശ്ചര്യത്തോടെ താരയെ തിരിഞ്ഞൊന്ന് നോക്കി. കണ്ണു തുറന്നിട്ടില്ല അവൾ. എന്നെ ഇങ്ങനെ സ്നേഹിക്കണ്ട, തിരികെ സ്നേഹിക്കാൻ എന്നെക്കൊണ്ടാവില്ല ചേതൻ. നേരിയ സ്വരം അവൻ്റെ ചെവിയിൽ വന്ന് പതിച്ചു. ചേതൻ്റെ ചുണ്ടിൽ നേർത്തൊരു ചിരി വന്ന് നിറഞ്ഞു. താരയ്ക്കിപ്പോൾ അറിയാം ചേതൻ്റെ മനസ്സ്. തൊട്ടരികിൽ ഇങ്ങനെ കിട്ടിയിട്ടും തൻ്റെ ആത്മാഭിമാനത്തെ ചോർത്ത അവനോട് ഉള്ളിൽ ഒരിത്തിരി ബഹുമാനം അവൾക്കുമുണ്ട്. ചെയ്ത തെറ്റുകളെല്ലാം പൊറുക്കാൻ കഴിയാത്തതാണെങ്കിലും വന്ന് ഇന്നേ ദിവസം വരെ പലവട്ടം അവൻ അതിനെല്ലാം മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. ചേതൻ കട്ടിലിലേക്ക് കൈകൾ രണ്ടും ഊന്നി അവളുടെ മുഖത്തോട് മുഖം അടുപ്പിച്ചു. അവൻ്റെ നിശ്വാസം മുഖത്ത് തട്ടവേ താര പതിയെ കണ്ണു തുറന്നു. തിരികെ സ്നേഹിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. ചേതൻ്റെ സ്വരം കാറ്റുപോലെ നേർത്തു. ഞാൻ പറഞ്ഞ പോലെ 1 വർഷം, അത് കഴിഞ്ഞാൽ ഞാൻ പോവും. എല്ലാ കാലവും ഇത് തുടർന്നു കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല.
താര പതിയെ പറഞ്ഞു. അങ്ങനെ എന്നെ ഒഴിവാക്കി നിനക്ക് പെട്ടെന്ന് അങ്ങ് പോകാൻ പറ്റുമോ? ചേതൻ്റെ മുഖത്ത് ചിരിയൊട്ടും മാഞ്ഞിട്ടില്ല. പോവും, അവൾ ബാലിശമായി പറഞ്ഞു. വിട്ടിട്ട് വേണ്ട ഞാൻ പോവാതിരിക്കാൻ. എന്നെക്കൊണ്ട് കഴിയും വിധം ഞാൻ സ്നേഹിക്കും. ചേതനും ബാലിശമായി. എന്തിനാ എന്നെ ഇങ്ങനെ? അതിന് മാത്രം പ്രത്യേകതകളൊന്നുമില്ല എനിക്ക്. താര വിതുമ്പി. നിന്നോട് ഇഷ്ടം തോന്നി തുടങ്ങിയപ്പോൾ ഞാനും ചിന്തിച്ചിട്ടുണ്ട് എന്താ നിനക്കുള്ള പ്രത്യേകത എന്ന്. അവസാനം ചിന്തിച്ച് എനിക്കതിനുള്ള ഉത്തരവും കിട്ടി. താര കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കി. എൻ്റെ ഉടലിനും ഉയരിനും സമം ചേർത്ത് ദൈവം സൃഷ്ടിച്ചത് നിന്നെയാണ് താരെ. നിന്നെ കാണുമ്പോൾ മാത്രമേ എൻ്റെ സിരകളിൽ പ്രണയം പൂക്കുന്നുള്ളൂ. നിന്നോട് മാത്രമേ കാമം തോന്നുന്നുള്ളൂ. നിന്നില്ലെങ്കിൽ ഇനി എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പോലും സാധിക്കില്ല. ലോകം തന്നെ നിന്നിലേക്ക് ചുരുങ്ങിയിട്ട് മാസങ്ങളേറെയായി താരെ. അവൻ്റെ വാക്കുകൾ ഹൃദയത്തിലേക്ക് വേരുകൾ പടർത്തുന്നത് താര അറിഞ്ഞു. ഉമിനീർ വിഴുങ്ങി ശ്വാസമെടുക്കാൻ മറന്നു കണ്ണിമ വെട്ടാതെ അവനെ നോക്കി അങ്ങനെ കിടക്കവേ ചേതൻ പതിയെ മുഖം താഴ്ത്തി അവൻ്റെ നാവിൻ തുമ്പിനാൽ ആ തുടുത്ത അതരങ്ങളിൽ ഒന്ന് തലോടി. നിനക്ക് ഡിവോഴ്സ് വേണോ? പല്ലി ഞെരിച്ചുകൊണ്ടാണ് ചേതൻ ചോദിക്കുന്നത്. കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അത് പറയുമ്പോൾ താരയ്ക്ക് ചെറുതായി ചിരി വന്നു. ആ ചിരി അവൾ മറച്ചു പിടിക്കും മുമ്പേ ചേതൻ അത് കണ്ടുപിടിച്ചിരുന്നു. അതെന്താ നിനക്കൊരു ചിരി? ചോദിക്കുമ്പോൾ താരയിലുണ്ടായിരുന്ന ചിരി പതിയെ ചേതനിലേക്കും പടർന്നിട്ടുണ്ട്. ചിരിക്കാൻ പാടില്ലേ? ഇല്ല, ചേതൻ്റെ സ്വരം നേർത്തു. താരം മന്ത്രണം പോലുള്ള ചേതൻ്റെ സ്വരത്തിൽ ഒന്ന് പിടഞ്ഞുകൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ചുഴിയാണ്, പ്രണയച്ചുഴി. അതിൻ്റെ ആഴങ്ങളിലേക്ക് അവൻ തന്നെ പിടിച്ചു വലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാന്തം പോലെ ആകർഷിക്കുന്നുണ്ട്. താര പിടിച്ചു നിൽപ്പാണ്, വീഴാതിരിക്കാൻ, പതറാതിരിക്കാൻ. എന്നിട്ടും ചേതൻ അവളെ വീഴ്ത്തിക്കളഞ്ഞു. ഒരു ഉമ്മ വെച്ചോട്ടെ, എന്നിട്ട് മതിയോ ഡിവോഴ്സ്? ചോദിക്കുമ്പോൾ ചേതൻ്റെ സ്വരം നേർത്തു വന്നു. ഒന്നിലൊതുക്കുമോ തമ്പുരാൻ? അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിമുറുക്കി തന്നിലേക്ക് വലിച്ചടുപ്പിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഒന്നിലൊതുക്കിയില്ലെങ്കിൽ പ്രശ്നമാവുമോ? ചേതൻ പതിയെ ചിരിച്ചു. ഒന്നിലൊതുക്കിയാലാണ് പ്രശ്നം. താരയുടെ കണ്ണുകൾ അവൻ്റെ മുഖമാകെ ഓടി നടന്നു. ഇത്രയും അടുത്ത് അവനെ പലവട്ടം കണ്ടിട്ടുണ്ടോ എങ്കിലും ഇത്രമേൽ പ്രണയം, ഇത്രമേൽ അഭിനിവേശം ഇന്നേ വരെ അവനോട് തോന്നിയിട്ടില്ല. കെട്ടുപൊട്ടിയ പട്ടം കണക്കെയാണ് താര ഇപ്പോൾ. ഒരു നിമിഷം താരം മുല്ലവള്ളിയായി മാറി. ആ കരുത്തുറ്റ തെന്മാവിലേക്ക് ആ മുല്ലവള്ളി പടർന്നു കയറി. ചേതൻ്റെ കരുത്തുറ്റ നെഞ്ചിലേക്ക് പടർന്നു കയറുമ്പോൾ സിത്താര വർഷങ്ങളായി പെയ്യാൻ കാത്തുനിന്ന കാർമേഘമായി. അവൾ പൊഴിക്കുന്ന പ്രണയമഴയിൽ ഇതുവരെ അറിയാത്ത വികാരങ്ങൾ അപ്പാടെ തന്നിൽ ഉടലെടുക്കുന്നത് ചേതനും അറിഞ്ഞു. അവളുടെ കൈവിരലുകൾ ചേതൻ്റെ മുടിയിഴയിലൂടെ പടർന്നു. കരുത്തുറ്റ തേന്മാവിനെ വഴിഞ്ഞു മുറുക്കുന്ന മുല്ലവള്ളി പോലെ അവൾ അവനിൽ വള്ളികൾ പടർത്തി. ഓരോ ശ്വാസത്തിലും അവൻ്റെ ഗന്ധം അവളിലേക്ക് ആവാഹിക്കപ്പെട്ടു. ചേതൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൻ്റെ വശങ്ങളിൽ മൃദുവായി അമർന്നു. ആ സ്പർശത്തിൽ അവൾ ഒന്ന് വിറകൊണ്ടു. ശരീരങ്ങൾ തമ്മിലുള്ള അകലമില്ലാതായപ്പോൾ ആ മുറിയിലെ അന്തരീക്ഷം പ്രണയത്തിൻ്റെ ലഹരിയാൽ നിറഞ്ഞു. അവൾ അവനിലേക്ക് പൂർണ്ണമായും ചാഞ്ഞു. ആ ലഹരിയിൽ താരയുടെ വിരലുകൾ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടണുകളിൽ വിറയലോടെ തങ്ങി നിന്നു. അത് കണ്ടതും ഒരു ചെറിയ ചിരിയോടെ ചേതൻ അവളെ എടുത്ത് ആ കട്ടിലിലേക്ക് കിടത്തി. അവളുടെ മുടിയിഴകൾ ആ കട്ടിലിൽ ചിതറിക്കിടന്നു. താരയുടെ ശരീരം അത്രമേൽ ചൂടുപിടിച്ചുകൊണ്ടിരുന്നു. പറ, എന്തു വേണം? നേർത്ത ശബ്ദത്തിൽ വശ്യഭാവത്തിൽ കിടക്കുന്നവളോട് അവൻ ചോദിച്ചു. എന്തു ചോദിച്ചാലും തരുമോ? ആ, തരും. ഡിവോഴ്സ് ഒഴികെ എന്തും. ചേതൻ പതിയെ ചിരിച്ചു. എങ്കിൽ ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങിക്കോ. കീഴ്ചുണ്ട് കൂട്ടിക്കടിച്ചുകൊണ്ട് അവൾ സ്വന്തം നെറ്റിയിൽ തൊട്ടു. ചേതൻ നേർത്ത കിതപ്പോടെ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. അവളുടെ വിരൽ തുമ്പ് ചലിക്കുന്നിടത്തെല്ലാം അവൻ്റെ ചുണ്ടുകളും അലഞ്ഞു നടന്നു. ചേതനും അവൻ്റെ താരയും കൂടെ ആ 4 ചുമരുകൾക്കിടയിൽ ഒരു പ്രണയകാവ്യം രചിച്ചു തുടങ്ങി. അങ്ങകലെ 2 ആത്മാക്കളുടെ അനുഗ്രഹം പോലെ അന്നേരം പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ധ്രുവൻ്റെയും തപതിയുടെയും. അവസാനിച്ചു. സൂര്യകാന്തി. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതേപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇതിൽ ഇത്രയേ ഞാൻ ഇടുന്നുള്ളൂ. ഇത് ഏകദേശം ഒരു ലവ് സ്റ്റോറി പരുവത്തിലായിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപമുള്ളൊരു കഥയുണ്ട്. അത് ഞാൻ പ്രതിലിപിയിൽ മാംഗല്യം തന്തുനാനേന എന്ന പേരിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഫാൻറ്റസി ക്രൈം ത്രില്ലർ സ്റ്റോറിയാണ്. നിങ്ങൾക്ക് ചേതനും താരയും തമ്മിലുള്ള ഒരു ആത്മബന്ധം കൂടുതൽ ആസ്വദിച്ചറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോറി വായിക്കാവുന്നതാണ്. നിങ്ങൾക്ക് തപതിയെയും ധ്രുവനെയും പറ്റി അറിയണമെന്നുണ്ടെങ്കിലും ആ സ്റ്റോറി വായിക്കാവുന്നതാണ്. നിങ്ങളെ ആ സ്റ്റോറി നിരാശപ്പെടുത്തില്ല എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇത്രയാണെങ്കിൽ പോലും ഒരു ചെറിയൊരു ലവ് സ്റ്റോറി വായിച്ചൊരു പ്രതീതി നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.